Please unmute. താങ്ക് യു ഡോക്ടർ ധനേഷ്. താങ്ക് യു ഡോക്ടർ ആര്യ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ മലയാളം വിഭാഗത്തിന്റെ 2729 ദിവസമാണ്. ഇന്നത്തെ മലയാളം വിഭാഗത്തിൽ നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത് ശ്രീ സലാഹുദ്ദീൻ സാറാണ്. അദ്ദേഹം ഇന്ന് നമുക്കൊരു പ്രത്യേക വിഷയത്തിൽ പ്രഭാഷണം അല്ലെങ്കിൽ അതിനെക്കുറിച്ചാണ് ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ചാണ് സലാഹുദ്ദീൻ സാർ നമ്മോടൊപ്പം സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഈ വാക്കുകൾ കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാനീയരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും ഇന്നത്തെ മലയാള വിഭാഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ സെഷൻ ആരംഭിക്കും. നന്ദി. സലാഹുദ്ദീൻ സാറിനെ കുറിച്ച് പ്രത്യേകിച്ച് പുതിയ ആൾക്കാരുണ്ടെങ്കിലേ ഉള്ളൂ പരിചയപ്പെടുത്തലിന്റെ ആവശ്യം. സാറ് IFPH തുടങ്ങിയ കാലം മുതൽ തന്നെ വളരെ ആത്മാർത്ഥമായി IFPHനോടൊപ്പം പ്രവർത്തിക്കുകയും IFPHന്റെ നന്മയ്ക്ക് വേണ്ടി ഒരുപാട് നിർദ്ദേശങ്ങളും ആശയങ്ങളും എല്ലാം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന സാറാണ്. സാർ ഇന്ന് ഹോമിയോപ്പതിയുടെ ശാസ്ത്രീയതയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. സാറിനെ ഇന്നത്തെ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. സലാഹുദ്ദീൻ സാറ് നമുക്ക് ക്ലാസ് തുടങ്ങാം. ആകാശവാണിയിൽ എഞ്ചിനീയറായി പ്രവർത്തിക്കുന്ന വ്യക്തി കൂടിയാണ് സലാഹുദ്ദീൻ സാറ്. സാറിന് നമുക്ക് ക്ലാസ് ആരംഭിക്കാം. സാറിന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും. ഒരു പ്രശ്നമുണ്ടോ? നെറ്റ് വീക്കാണെന്ന് തോന്നുന്നു. വേറൊരു ഫോൺ കൂടെ ഉണ്ട്. വേറൊരു ഫോണിൽ കൂടി സാർ കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ IFPHന്റെ ആദരണീയനായ പ്രസിഡന്റ് കൂടിയുണ്ട്. സാറിനെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹോമിയോപ്പതിയുടെ ശാസ്ത്രീയതയാണ് നമ്മുടെ വിഷയം. എന്ത് പറ്റി സലാഹുദ്ദീൻ സാറിന്? നെറ്റ് പ്രോബ്ലം ഉണ്ടാവുന്ന കാര്യം. ഔട്ടായി. സാറ് കോയമ്പത്തൂരാണെന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അന്ന് ചോദിച്ചപ്പോ പറഞ്ഞു നമുക്ക് റൂമിൽ നല്ലപോലെ ഞാൻ ഈ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. നെറ്റ് പ്രശ്നമാവും. സാറ് വീണ്ടും എത്തിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വന്നാൽ പോട്ടെ. അല്ലാതെ സാറേ അൺമ്യൂട്ട് ചെയ്ത് ക്ലാസ് തുടങ്ങാം. അല്ലെ, സംസാരിക്കാം. മ്യൂട്ടാണ് സാറേ. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ സാർ. നമസ്കാരം എല്ലാവർക്കും. അല്പം കൺഫ്യൂഷനിലായി. മുഖച്ഛായൊന്നും മാറിയിട്ടില്ല കേട്ടോ. സലാഹുദ്ദീന്റെ മുഖച്ഛായൊന്നും മാറിയിട്ടില്ല. കുറച്ചുകൂടെ യങ്ങായിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സമയം കുറവായതുകൊണ്ട് നേരിട്ട് ഇതിലേക്ക് കടക്കുകയാണ്. ഒരു ദിവസത്തേക്ക് മൊബൈലും കൂടെ ആക്റ്റീവ് ആയി കഴിഞ്ഞു. രണ്ടും കൂടെ കൺഫ്യൂഷനാണ്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഒരു സാഹസമാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. എനിക്കൊരു ധൈര്യം തന്ന ധനീഷ് ഡോക്ടറാണ്. ഏതായാലും ഞാൻ നേരെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. ഹോമിയോപ്പതിയെ കുറിച്ച് പല ആംഗിളിൽ വ്യൂസ് ഉണ്ട്, പല വ്യൂസ് ഉണ്ട്. ഞാനിവിടെ യഥാർത്ഥത്തില് പ്യൂർലി സയന്റിഫിക് പെർസ്പെക്റ്റീവില് ഹോമിയോപ്പതിയെ ഒരു കോംപ്രഹെൻസീവായിട്ട് വിലയിരുത്തിയിട്ട് ഒരു ക്യാപ്സ്യൂൾ മോഡലാക്കി ഞാനത് പ്രസന്റ് ചെയ്യുകയാണ്. അപ്പൊ ഇത് ഒരു കോംപ്രഹെൻസീവ് കം ടു ക്യാപ്സ്യൂൾ. അതുകൊണ്ട് തന്നെ എക്സ്റ്റംബറിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ഞാനതുകൊണ്ട് ഡയറക്റ്റ് സെമിനാറിലേക്ക് എൻ്റർ ചെയ്യാണ്. ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് അതിനകത്ത് നിന്നുകൂടെ സംസാരിക്കുകയുള്ളൂ. ഇത് ബിഗിനിങ് ടു എൻഡ് വളരെ കണക്റ്റഡ് ആയതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം അത് കേൾക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഞാൻ ഡയറക്റ്റ് ഇതിലേക്ക് കടക്കുകയാണ്. എനിക്ക് സ്ക്രീൻ ഷെയറിംഗ് തന്നിട്ടുള്ളത് സാർ കോഹോസ്റ്റ് ആണല്ലോ, ചെയ്താൽ മതി സാർ. വെൽക്കം ടു ഓൾ. വന്നില്ല സ്ക്രീൻ ഷെയറിംഗ് വന്നില്ല. വരുന്നുണ്ട്. Salahuddin engineer, self-claiming the freelance researcher in the medical field.
സൗണ്ട് My area include all medical കുറഞ്ഞുപോയി. systems and am I hearable now? യെസ് 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 യെസ്, ഇപ്പൊ കേൾക്കാം, നന്നായിട്ട് കേൾക്കാം. Okay, sir. So, as I said, I'm self-claimed freelance researcher in the medical field. My area include all medical systems, and conclusion so far from my 23 years of observations is that medicinal integration is the solution for all the existing drawbacks in medical practices. I'm directly moving to the subject. Let me put 3 statements before going further. First of all, I value modern science its due share. I understand neither the patient nor his doctor need to know the drug action theory for the homeopathic medicines given to guarantee wellness to the patients, because homeopathic medicines remedies are identified from their effects. The third point is, we are in a time when even the religious beliefs are undergoing scientific testing. A medical science like homeopathy must pass scientific tests to ensure global mass reach and acceptance. This is also required for the confidence of new gen students of homeopathy. As we know, in spite of being a miraculous system, the global population reach of homeopathy is just 4%. Why? Should we leave this 96% left unhelped? This 4% is in fact the motivation that compelled me to prepare this presentation. A philosophy proposed by 4th century BC genius, later called the father of medicine, Hippocrates, got a wonderful method to put in practice and proved successfully by another genius, modern medicine, Dr. Samuel Hahnemann of 17th century AD, and got scientific tools to validate in this 20th century. The name of that noble philosophy of medicine is called homeopathy. I think it is in context to remind a point about modern science. The scientific community's refusal to grant homeopathy a scientific attire stems from a paradox inherent in modern science. An initial denial of subject that current instruments are not equipped to understand, followed by eventual acceptance as science progress allow for deeper investigation. For example, it is very recently in 2020 that the modern medical science identified the tubercle glands as an organ in our body. For modern medical science, there were only 79 organs in our body prior to the discovery of this organ, which was there in our body even though MMS did not acknowledge that. The principle of making homeopathic remedies is not an easy digestible subject to modern science, as the modern science is still in nanotech level, means it is yet to have tools to analyze something below nano level. Homeopathy deals with much deep below nano level, and naturally, modern science is taking long time to understand homeopathy. Still, though not in full, all the principles of homeopathy are now explainable by modern science. Here we will see how much modern science is successful in understanding homeopathy, and the point where it is to dive deep further. In our discussion on the science of homeopathy, the apt question is, to what extent science is learned enough to explain homeopathy now? And the most exciting news is that only a short gray area is left for science to explain homeopathy 100%. Please note that too, gray area, not dark area. Yes, only a few more to go. For what? Yes, for someone to get a Nobel Prize. So now my task is just to tell you what are those gray areas. But I know it is not fair to go for that shortcut. I know the gray area. Of course, we have to know first what are the black and white areas. സാർ ഒന്ന് പറഞ്ഞോട്ടെ. പറയൂ. സാറ് ഇംഗ്ലീഷില് അല്ല, ഇംഗ്ലീഷ് പറയുന്നതിന്റെ മലയാളവും കൂടി ഒന്ന് പറഞ്ഞു പോയാൽ കൊള്ളാമെന്ന് ഇങ്ങനെ
മെസ്സേജ് അതൊരു വലിയ ലിമിറ്റേഷൻ എനിക്കുണ്ട്. കാരണം ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിന്റെ പിന്നെ ഈ ഫയൽ ഞാൻ ഷെയർ ചെയ്യാം. കാരണം ഇത് കുറച്ച് ലെന്തിയാണ്. അപ്പോൾ വളരെ ക്യാപ്സ്യൂൾ രൂപത്തിലാക്കിയതാണ്. നമ്മൾ കോംപ്രിഹെൻസീവ് ആയിട്ട് പോയതുകൊണ്ട് സാറേ ഇത് മലയാളം മലയാളം പറഞ്ഞു പ്രോഗ്രാമാണ് 9:30 തൊട്ട്. അത് അതെനിക്കറിയാം. ഞാനത് പറഞ്ഞിരുന്നു. ട്രാൻസ്ലേറ്റ് ചെയ്ത് പോയാൽ നമുക്ക് എൻഡ് ആവില്ല. അപ്പൊ നമുക്കത് ഷെയർ ചെയ്യാം, ഫയൽ ഷെയർ ചെയ്യാം. അപ്പൊ എല്ലാവർക്കും സ്വതന്ത്രമായിട്ട് ഇത് മനസ്സിലാക്കും. പറയാൻ പറ്റില്ല. ഓക്കെ അത് സാറേ. മലയാളത്തിൽ ഈ ട്രാൻസ്ലേഷന്റെ സമയം 90 ഇതുണ്ട്. നമുക്ക് കോംപ്രിഹെൻസീവ് ആയ സാധനം ആയതുകൊണ്ട് അതിൽ കൂടുതൽ നമുക്ക് ചെറുതാക്കാൻ പറ്റില്ല. അതാണ് പ്രശ്നം. ഏറ്റവും ബ്രീഫ് ആക്കി ഞാൻ കൊണ്ടുവന്നിട്ടുള്ള. കൈൻഡ്ലി എക്സ്ക്യൂസ് മീ ഫോർ ദാറ്റ്. So, if you are continuing in a discussion of the science of homeopathy, an inevitable object is water. Why? You know that in homeopathy remedies, water is one of the major ingredients. The specific potencies that are made entirely without the use of water in their primary production are the initial low-level titration potencies. And what is the peculiarity of water? Water is the most unusual substance on earth, isn't it? Yes, water is one of the most amazing unusual substance on earth. It keeps scientists wondering on each of its features, which are being discovered time to time. I'm not going to the video. Water in a container may be apparently at rest, but in reality, it is not. It's very recently, water surprised researchers once again. The news heading dated 2021 on the discovery goes like, what is known about water may have just changed dramatically. The article continues, water is weird and it's so important. It boils at a temperature it shouldn't. It expands and floats when in a solid state, and its surface tension is higher than it should be. The article again continues, the US National Science Foundation funded research published in Nature magazine has added one more strange property to water's list of interest. University of South California researchers Stephen Cronin and Alexander Bendesky have shown that when water contacts an electrode surface, all the molecules do not respond in the same way. The layer nearest the surface aligns differently. That can dramatically affect how well various substances interact with water. Connecting water to drug, the following information is very important. When water is mixed with the medicine, the water molecules structure and dynamics are modified through interactions, specifically hydrophobic effects. Many drug molecules have non-polar regions that fear water. To minimize contact, water molecules around these regions form an ordered cage or hydration shell. Displacing these. സാറേ പ്ലീസ് ഒരു കാര്യം പറയട്ടെ. ആ. നമുക്കേ സാറ് ഈ 1/1 ആയിട്ട് അതിന്റെ ട്രാൻസ്ലേഷൻ കൂടെ പോകണമെങ്കിലേ നമുക്ക് ഇതിന്റെ രണ്ടാം ഭാഗം വെച്ച് ഇത് കണ്ടിന്യൂ ചെയ്യാം. വെള്ളിയാഴ്ച ഇതിന്റെ രണ്ടാം ഭാഗം വെക്കാം. അതല്ലെങ്കിൽ എന്ത് വെച്ചാൽ ഈ മലയാളം ആയതുകൊണ്ടേ ആൾക്കാർ ബുദ്ധിമുട്ടുണ്ട്. അതല്ല, മലയാളത്തിൽ ഇത് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് കേൾക്കാൻ ആൾക്കാർക്ക് മനസ്സിലാകാത്തതുകൊണ്ട് അവരിത് കേൾക്കുന്നതിന് മുമ്പ് ഓഫ് ചെയ്യും. അപ്പൊ നമുക്ക് വേണ്ടത് ഇത് സാധാരണക്കാരിൽ എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് IMBH നടത്തുന്നത്. നമ്മുടെ ഡോക്ടർമാരുടെ ഒന്ന് സാറിങ്ങനെ സയന്റിഫിക് ആണെന്ന് പറയുന്നതിൽ വലിയ കാര്യമില്ലല്ലോ. നമുക്ക് പബ്ലിക്കിലാണ് ഇത് എത്തിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഈ ഓരോ ഭാഗം അതിന്റെ മലയാളം വെച്ച് പോയിട്ട് നമുക്കിത് രണ്ടാം ഭാഗം വെച്ച് തീർക്കാം. അപ്പൊ ഒറ്റയടിക്കങ്ങ് ഇന്ന് തന്നെ ഇത് പറഞ്ഞു തീർക്കാൻ ശ്രമിക്കണ്ട. അപ്പൊ അതിന്റെ അതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നത്, അല്ല സാർ, ഞാൻ അങ്ങനെ ആണെങ്കിൽ ഞാൻ ഇത് ജസ്റ്റ് വിട്ടുകൊണ്ട് ഞാൻ ഇതിന്റെ ഒരു ക്യാപ്സ്യൂൾ ഒന്ന് പ്രസന്റ് ചെയ്യാം മലയാളത്തിൽ തന്നെ. ഞാൻ ജസ്റ്റ് റെഫർ ചെയ്തുകൊണ്ട് തന്നെ ഒന്ന് പറയാം. കാരണം അതേ നടക്കുള്ളൂ. കാരണം നമ്മൾ കംപ്ലീറ്റ് ഒരു സയന്റിഫിക് സാധനം ആയതുകൊണ്ട് കംപ്ലീറ്റ് മലയാളത്തിലേക്ക് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാവും ഓവറോൾ പറഞ്ഞു പോയാൽ. നമുക്ക് ഇംഗ്ലീഷിൽ വെക്കുമ്പോൾ ഇത് ഇംഗ്ലീഷിൽ കംപ്ലീറ്റ് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, അങ്ങനെ നോക്കാം. ഞാൻ എന്തായാലും ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഓക്കെ, ഫൈൻ. ഓക്കെ, ഏതായാലും നമ്മള് പറഞ്ഞു പോകുമ്പോ ഈ സ്ലൈഡ് ഇങ്ങനെ ഓടിച്ചു പോയാൽ മതി. ഞാൻ ഓടിച്ചോളാം. ജസ്റ്റ് ഞാൻ ട്രൈ ചെയ്യാം. ഓക്കെ, ഫൈൻ. അപ്പൊ ഏതായാലും നമ്മള് വെള്ളം ഹോമിയോപ്പതിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്.
വെള്ളം ഒരു അമേസിങ് പ്രോഡക്റ്റ് ആണ്. അതിന് ഒരുപാട് ക്വാളിറ്റീസും പുതിയതായിട്ട് പലതും അതിൻ്റെ ഫീച്ചേഴ്സ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വെള്ളത്തിന് നമ്മൾ നോർമലി മെഡിസിനുമായിട്ട് ഒക്കെ ബന്ധപ്പെടുമ്പോഴത്തേന് അതിൻ്റെ ഷേപ്പ്, അതിനുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ വളരെ എഫക്റ്റീവാണ്. അതിൻ്റെ സൊലുബിലിറ്റി ഇൻ വാട്ടർ, മെഡിസിൻ്റെ സൊലുബിലിറ്റി, അത് വെള്ളത്തിലേക്ക് വരുമ്പോഴത്തേനുണ്ടാകുന്ന കുറേ മാറ്റങ്ങൾ, അതിൻ്റെ ഒരുപാട് പാരാമീറ്ററുകളിൽ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ വെള്ളം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇതാണ്. അതിൻ്റെ ഡീറ്റെയിൽ നമ്മൾ താഴെ വരുന്നുണ്ട്. ഓക്കെ, ശരിക്കും നമ്മുടെ പ്രധാന സബ്ജക്റ്റുകൾ പോയി കഴിഞ്ഞാൽ ഹോമിയോപ്പതിയിൽ നമ്മൾ എടുക്കുമ്പോൾ ഫാർമക്കോപ്പിയ, ഫാർമക്കോ ഡൈനാമിക്സ്, ഡ്രഗ് സെൽ ഇൻട്രാക്ഷൻ, സിഗ്നലിംഗ് പാത്വേസ്, ഡ്രഗ് എഫക്ട്സ്, എഫിഷ്യൻസി എല്ലാം നമുക്ക് വരുന്നുണ്ട്. ഞാൻ ഇതിന് ഒരു സയൻറ്റിഫിക് ഇതിൽ പോകുന്നതിന് ഈ 4 ഐറ്റംസിന് ഫാർമക്കോപ്പിയ, ഡ്രഗ് സെൽ ഇൻട്രാക്ഷൻ, സിഗ്നലിംഗ് പാത്വേസ്, ഡ്രഗ് എഫക്ട്സ് ഞാൻ 1 by 1 ആയിട്ടൊന്ന് ജസ്റ്റ് ഓടിച്ചു പോകാം. ഇതിൽ ഞാനത് റിവേഴ്സിലാണ് ഞാനിത് വെരിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഡ്രഗ് എഫക്റ്റ് ആണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത്. അതിന് കാരണം മരുന്നുകൾ മോഡേൺ മെഡിസിനിൽ തന്നെയും മരുന്നിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ റിസൾട്ട് ഓക്കെ ആണെങ്കിൽ ആ മരുന്നിൻ്റെ മോഡ് ഓഫ് ആക്ഷൻ അറിയണമെന്ന് നിർബന്ധമില്ല എന്ന് മോഡേൺ മെഡിക്കൽ സയൻസ് തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ പാരസെറ്റമോൾ, മെറ്റ്ഫോമിൻ പോലുള്ള മരുന്നുകൾ അത്തരത്തിലുള്ളവയാണ്. അവയുടെ യഥാർത്ഥ ഫംഗ്ഷനിങ് കറക്റ്റ് ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല, ഓർ അണ്ടർ സ്റ്റഡിയാണ്. ബട്ട് എഫക്റ്റ് ഉണ്ട്, ആ രീതിയിൽ അത് പോകുന്നുണ്ട്. അതേസമയം ഇതിനൊക്കെ മറ്റു പല എഫക്ട്സും ഉണ്ട്, കോംപ്രഹെൻസീവ് ആണത്. അത് അത്തരത്തിലൊരു സ്റ്റഡി ഹോമിയോപ്പതിയിൽ മാത്രമേ ഉള്ളൂ. കാര്യം ഹോമിയോപ്പതിയിൽ ഓരോ മെഡിസിനും കോംപ്രഹെൻസീവ് ആയിട്ടാണ് പഠിച്ചിട്ട് അതിൻ്റെ നമുക്കതിൻ്റെ യൂസിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എപ്പോഴും ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് അതിനുണ്ട് ഹോമിയോപ്പതിക്ക്. നമുക്ക് മോഡേൺ മെഡിസിനും ഹോമിയോപ്പതി തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ഹോമിയോപ്പതി വരുന്നതിന് കാരണം ഒരു മെഡിസിന് തന്നെ പല ആംഗിൾ ഉണ്ടായിരിക്കും. അലോപ്പതിയിൽ അത് ഒരു ആംഗിൾ മാത്രമേ അത് കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇനി അതുകൊണ്ടാണ് ഞാൻ റിവേഴ്സിൽ എടുക്കുന്നത്, എഫക്റ്റ് ഫസ്റ്റ്. ഹോമിയോപ്പതിയിൽ ഏറ്റവും റീസെൻ്റ് ആയിട്ട് നിരവധി പഠനങ്ങൾ സെല്ലുലാർ ആൻഡ് ജീൻ ലെവലിൽ തന്നെ ഹോമിയോപ്പതി പൊട്ടൻസികൾ വർക്ക് ചെയ്യുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ആ പഠനങ്ങൾ ഒന്ന് പൊട്ടൻഷ്യൽ ഓഫ് അഗ്രോ ഹോമിയോപ്പതി അപ്ലൈ ടു മെഡിസിനൽ പ്ലാന്റ്സ് ആണ്. ആ ഒരു സ്റ്റഡിയിൽ 2002 മുതൽ 2016 വരെ നടത്തിയ പഠനങ്ങളാണ്. അതിനകത്ത് ഈ ഹോമിയോപ്പതി മരുന്നിൻ്റെ എഫക്ട്സ് ഓൺ കൾട്ടിവേഷൻ, അതിൻ്റെ എസെൻഷ്യൽ ഓയിൽ ഈൽഡ്, ഫൈറ്റോകെമിക്കൽ പ്രൊഫൈൽ, ഇതെല്ലാം സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 19 ഹോമിയോപ്പതി പ്രിപ്പറേഷൻസ് പല പൊട്ടൻസിയിൽ അവർ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ റെഫറൻസ് സ്റ്റഡിയിൽ അതിൽ ഫോസ്ഫറസ്, സിലിക്ക, സൾഫർ ഇതെല്ലാം സ്റ്റഡി ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ സ്റ്റഡി ആലിയം സറ്റീവം എന്ന മരുന്നിൻ്റെ അതിൻ്റെ OXLDL അബ്രഗേറ്റ് ചെയ്യുന്ന ഒരു പഠനം നടത്തിയിട്ടുണ്ട്. അത് സയൻറ്റിഫിക്കലി തന്നെ ഇൻവിട്രോ ആൻഡ് ഇൻ സിലിക്കോ അപ്രോച്ച് നടത്തിയിട്ടുണ്ട്. ഇൻവിട്രോ നമുക്കറിയാം ടെസ്റ്റ് ട്യൂബ് ലെവലിലും, ഇൻ സിലിക്കോ കമ്പ്യൂട്ടർ സിമുലേഷനിലാണ്. ഈ 2 സ്റ്റഡിയിലും ആലിയം സറ്റീവം ഇൻഫ്ലമേറ്ററി എഫക്ട്സും ഈ അപ്പോട്ടോട്ടിക് ഇവൻസ് ഇൻ മാക്രോഫാഗസ്, സെൽ നശീകരണം തുടങ്ങിയ ഫങ്ഷനുകൾ അത് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മൂന്നാമത്തതും മറ്റൊരു പഠനമാണ്. അതും ട്യൂമർ സെല്ലുകളെ ഹോമിയോപ്പതി മരുന്നുകൾ ഉപയോഗിച്ചിട്ട് നശിപ്പിക്കുന്ന ഒരു ഫങ്ഷനാണ്. അതിൽ റൂട്ട 200, കാർസിനോസിനം 200, ഹൈഡ്രാസ്റ്റിക്സ് 200, തുജ 201 ഈ മരുന്നുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ മരുന്നുകൾക്ക് അപ്പോട്ടോസിസ് ഇൻഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കാനുള്ള, സ്വയം അവയെ കൺട്രോൾ ചെയ്ത് നശിപ്പിക്കാനുള്ള ഒരു പ്രേരകമായിട്ട് ഈ മരുന്നുകൾ വർക്ക് ചെയ്യും. ക്യാൻസറിൽ വലിയ റിസൾട്ട് തന്നിട്ടുണ്ട്. അതുപോലെ മൈക്രോ അറേ അനാലിസിസ്, ഡിഫറെൻറ്റ് മെത്തേഡ്സ് വഴി ഇത് കൃത്യമായ സയൻറ്റിഫിക് സ്റ്റഡീസ് ഉണ്ട്.
ഇതിൽ റൂട്ട 200 പ്രൊഡ്യൂസ് മോർഫോളജിക്കൽ ചേഞ്ചസ് ഇൻ ദ ഡാൾട്ടൺസ് ലിംഫോമ അസൈറ്റീസ് ട്യൂമർ സെൽസ് ആൻഡ് ഇൻഡ്യൂസ്ഡ് DNA ലാഡറിങ്. ഇതെല്ലാം പ്രോ ക്യാൻസർ ട്രീറ്റ്മെന്റ്സ് ആയിട്ട് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണ് ഈ മെഡിസിനുകൾ. ഇതെല്ലാം ആ സ്റ്റഡിയുടെ ഡീറ്റെയിൽസ് ആണ്. നമുക്കവിടെ ഡ്രഗ് എഫക്റ്റ് അല്ലെങ്കിൽ എഫിക്കസി എന്ന് പറയുന്നത് ഹോമിയോപ്പതിയിൽ സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണ്. ഇറ്റ്സ് വെരിഫൈഡ്. രണ്ടാമത് സിഗ്നലിംഗ് കാസ്കേഡ്സ് എന്ന് പറയും. നമുക്കറിയാം ഒരു മരുന്ന്, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ സയന്റിഫിക് പെർസ്പെക്റ്റീവിലാണ് അത് പോകുന്നത്. ഒരു മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു മോഡേൺ മെഡിസിൻ്റെ സയൻസിൻ്റെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അത് വെച്ചിട്ട് ഒരു മരുന്ന്, അതിനെ ലിഗൻഡ് എന്ന് പറയാം. ഇതിന് നമ്മൾ സെല്ലുകളിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ലിഗാൻഡ് സെൽ റിസപ്റ്റർ ഇൻട്രാക്ഷൻ നടക്കും. ആ സെല്ലിലുള്ള റിസപ്റ്ററുകൾ ഇൻട്രാക്ഷൻ നടന്നിട്ട് അത് സിഗ്നൽസ് ക്രിയേറ്റ് ചെയ്യും ഇൻ ദ ഡിഫറെൻറ്റ് ഫോംസ്. ഈ സിഗ്നലുകൾ ക്രിയേറ്റ് ചെയ്ത് പോകുന്ന സ്റ്റഡീസാണ് മോഡേൺ മെഡിസിൻ ഉള്ളത്. മോഡേൺ മെഡിസിൻ്റെ മരുന്നുകളെല്ലാം ആ സിഗ്നലുകളെ വെച്ചിട്ടാണ്. ഒരു മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റീവ് സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുക, അത് കറക്റ്റീവ് ആക്ഷനിലേക്ക് പോവുക. ദാറ്റ് വിൽ എഫക്ട് സെല്ലുലാർ ചേഞ്ചസ് റെഗുലേറ്റിംഗ് പ്രോസസ് ലൈക്ക് ജീൻ എക്സ്പ്രഷൻ, മെറ്റാബോളിസം, സെൽ ഡിവിഷൻ, ഇതൊക്കെ സെൽ ഡെത്തൊക്കെ അതിന് എഫക്റ്റ് ആവും. ഇതിൽ സെല്ലുലാർ സിഗ്നൽസ്, ഒരു സെല്ലിൽ നിന്ന് പോകുന്ന കെമിക്കൽ സിഗ്നൽസ് ഉണ്ടാവും. ഹോർമോണും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഒക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. പിന്നെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ലൈക്ക് ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയും ഇൻ ന്യൂറോൺസ്. ഇതൊക്കെയാണ് സെല്ലിൽ നിന്ന് ജനറേറ്റ് ആയി പോകുന്ന സിഗ്നലുകൾ, കറക്റ്റീവ് മെഷേഴ്സ്. അപ്പോൾ മോഡേൺ മെഡിസിനിൽ ഇതിനെ കൃത്യമായി സ്റ്റഡി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഹോമിയോപ്പതി വരുമ്പോഴത്തേക്ക് നമുക്ക് സിഗ്നലിംഗ് കാസ്കേഡ് എന്ന് പറയുന്ന ഒരു ഗ്രേ ഏരിയ ആണ്. അത് അപ് ടു ഡേറ്റ് ആയിട്ട് ഇപ്പോഴും ഹോമിയോപ്പതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതായത് ഏത് സിഗ്നലാണ്, ഏത് തരത്തിലാണ് സിഗ്നൽ ജനറേറ്റ് ചെയ്യപ്പെടുന്നത് കൃത്യമായിട്ട് നമുക്ക് വന്നിട്ടില്ല. എന്നാൽ പോലും അപ്പോൾ ഇതിന്റെ സ്റ്റഡിയുടെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് മോഡേൺ മെഡിസിൻ ഡ്രഗ്സ് ആർ ഡിസൈൻഡ് ഫോർ യുണീക്ക് സിംറ്റംസ് ആൻഡ് സോ ദ സെല്ലുലാർ ആക്ഷൻ സ്റ്റഡീസ് ആർ ഈസി. ഒരു സിംഗിൾ പർപ്പസിന് വേണ്ടിയാണ് മോഡേൺ മെഡിസിൻ ഡ്രഗുകൾ ഡിസൈൻ ചെയ്യുന്നത്. ഒരു പർട്ടിക്കുലർ സിഗ്നൽ ജനറേറ്റ് ചെയ്താൽ മതി എന്നുള്ള രീതിയിലാണ് അതനുസരിച്ചുള്ള റിസൾട്ട് അവർക്ക് കിട്ടുന്നുള്ളൂ. പക്ഷെ ഹോമിയോപ്പതിയിൽ നമുക്കറിയാം ഒന്നിലധികം, ഒരുപക്ഷെ നിരവധി ആക്ഷൻസ് ആണ് ഒരേ ഹോമിയോ മെഡിസിൻ തന്നെ തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഈ സിഗ്നൽ ജനറേഷൻ അത് പഠിക്കണമെങ്കിൽ ഇനിയും നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. പക്ഷേ ഈ മൾട്ടിപ്പിൾ എഫക്റ്റ് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ഹോമിയോപ്പതിയുടെ ഹോളിസ്റ്റിക് ഹെൽത്ത് സിസ്റ്റത്തിന്റെ ഒരു എവിഡൻസ് കൂടിയാണ്. നമുക്കറിയാം ഈ മോഡേൺ മെഡിസിൻ്റെ ഈ ഹോളിസ്റ്റിക് അല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് മരുന്നുകൾ ലേറ്റർ ടൈമിൽ അത് അവർക്ക് നിരോധിക്കേണ്ടി വരുന്നുണ്ട്. അപ്പം നമുക്ക് സിഗ്നലിംഗ് പാത്വേ എന്ന് പറയുന്ന സെക്ഷൻ എടുക്കുമ്പോഴത്തേന് അത് ഒരു ഗ്രേ സബ്ജക്റ്റ് ആയിട്ട് തന്നെ തുടരുകയാണ്. അടുത്തത് ഈ ഡ്രഗ് സെൽ ഇൻട്രാക്ഷൻ്റെ മറ്റു ചില ആംഗിൾസ് ആണ്. നമുക്കുള്ളത് മെറ്റീരിയൽ എന്ന് പറയുന്നത് മോഡുലേറ്റഡ് വാട്ടർ മോളിക്യൂൾസ് ആണ്. ഹോമിയോപ്പതി മെഡിസിൻ, ഏത് മെഡിസിൻ എടുത്താലും മോഡുലേറ്റഡ് വാട്ടർ മോളിക്യൂൾസ് ആണ്. ദാറ്റ് ഇസ് ദ ഓൺലി ആക്റ്റീവ് കമ്പോണന്റ് ഇൻ ഹോമിയോപ്പതി റെമഡി. അത് ഇവിടെ ഡ്രഗ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പസിൽ. ഹൗ ഇറ്റ് എഫക്ട്സ് ഇൻ സെൽ എൻവയോൺമെന്റ്, ഒരു സെല്ലിന്റെ എൻവയോൺമെന്റ് ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളതാണ്. ഒരു നോർമലി ഒരു ഡ്രഗ് എന്ന് പറയുന്നത് ഒന്നോ അതിലധികമോ കോമ്പൗണ്ട്സ് ഒരു പർട്ടിക്കുലർ മോളിക്യൂളുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് സിഗ്നൽസ് ജനറേറ്റ് ചെയ്യലാണ്. ഈ കൊടുക്കുന്ന മെഡിസിനെ നമ്മൾ ലിഗാൻസ് എന്നാണ് പറയുക, ലിഗാൻസ്. അപ്പോൾ സെല്ലിന് പല മെത്തേഡും ഉണ്ട്. ഇത് ഈ ലിഗാൻഡിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് സിഗ്നൽസ് ജനറേറ്റ് ചെയ്യാണ്. റിസപ്റ്റർ പ്രോട്ടീൻസ് ഡയറക്റ്റ് ഉണ്ട്, അതിൻ്റെ ആൽക്കൈലേഷൻ പ്രോസസ് ഉണ്ട്. ആൽക്കൈൽ ഗ്രൂപ്പിനെ ട്രാൻസ്ഫർ ചെയ്യുക കൊടുക്കുന്ന മെഡിസിൻ്റെ അതിൻ്റെ മോഡൽ വെച്ചിട്ട്. അപ്പം ആർണിക്ക മൊണ്ടാന എന്നുള്ള മരുന്നെടുത്താൽ അതിൽ അതിൻ്റെ ആൽക്കൈലേഷൻ ആണ് അതിൽ നടക്കുന്നത്. അത് ഡയറക്റ്റ് മരുന്നെന്നാണ്, പൊട്ടൻസി മരുന്നുള്ളതല്ല. ഡയറക്റ്റ് ആർണിക്ക മൊണ്ടാന നൽകി കഴിഞ്ഞാൽ എംറ്റിൻ എന്ന ഒരു കമ്പോണന്റ് ഐപ്പക്കാക്കും മരുന്നുണ്ട്. അത് ഡയറക്റ്റ് റിസപ്റ്റർ അറ്റാച്ച് ചെയ്യുന്നതാണ്. ഹോമിയോപ്പതി മെഡിസിൻ ആയിട്ട് കൊടുക്കുമ്പോഴല്ല, അല്ലാതെ കൊടുക്കും.
ഇതൊക്കെ പലതരത്തിലുള്ള ഈ റിസപ്റ്റേഴ്സ് ആണ്. ഒരു സെല്ലിൽ ഒരു മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ റിസപ്റ്റേഴ്സും മറ്റുമാണ്. അയൺ ചാനൽ ലിങ്ക്ഡ് റിസപ്റ്റർ, എൻസൈം ലിങ്ക്ഡ്, ഓരോ കൊടുക്കുന്ന മെറ്റീരിയൽ അനുസരിച്ചിട്ട് എൻസൈം ആണെങ്കിൽ ആ ഒരു രീതിയിൽ അങ്ങനെ ഡിഫറെന്റ് ആക്ഷൻസ്. ഇത് ഒരു ലിഗൻഡ് ഒരു സെല്ലിൽ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് ഇത് സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോട്ടീൻ ജനറേറ്റ് ചെയ്യുന്നതിന്റെ ഒരു ആനിമേഷൻ ആണെന്നേ ഉള്ളൂ. നമുക്ക് വേണ്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ടർ ഹൈഡ്രോക്സൈഡ് മോളിക്യൂൾസ് അല്ലെങ്കിൽ വാട്ടർ വിത്ത് ഡിഫറെന്റ് ബോണ്ട് സ്ട്രെങ്ത്. നമ്മളൊരു മെഡിസിനുമായിട്ട് അജിറ്റേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ബോണ്ട് സ്ട്രെങ്ത് ഡിഫറെന്റ് മാറുന്നുണ്ട്. ഇത് ഈ നമുക്ക് സിഗ്നൽ ട്രിഗർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്കിവിടെ അനലൈസ് ചെയ്യാൻ പോകുന്നത്. ആ സിഗ്നൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അതിന്റെ ഫർദറിങ് അല്ല. ഫസ്റ്റ് വെദർ ഇറ്റ് ക്യാൻ ട്രിഗർ സിഗ്നൽസ്, അതാണ് ജസ്റ്റ് നമ്മൾ നോക്കുന്നത്. ഇത് അങ്ങനെ പറ്റും എന്നുള്ളതാണ് മോഡേൺ സയൻസിൽ ഇപ്പൊ കണ്ടെത്തുന്നത്. വാട്ടർ മോളിക്യൂൾസിന്റെ ഓക്സൈൽ ഗ്രൂപ്പിന് സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഈ സെൽ മെമ്പറൈൻ റിസപ്റ്റേഴ്സിൽ വന്നിട്ട് അങ്ങനെ ഒരു സിഗ്നൽ ജനറേറ്ററിനെ സ്വാധീനിക്കാനും ഒരുപക്ഷെ സിഗ്നൽ ജനറേറ്റ് ചെയ്യാൻ കഴിയും എന്ന് സയൻസ് കണ്ടെത്തുന്നുണ്ട്. ഒരു ഡയറക്റ്റ് മെസ്സേജ് എന്ന രീതിയിലല്ല, ഒരു എക്സ്ക്ലൂഷൻ ഓർ പ്രസൻസ് ഓഫ് വാട്ടർ, അവിടെ ഒന്നുകിൽ വാട്ടർ ഇല്ല അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ള ഒരു ആംഗിളിൽ ഈ റിസപ്റ്റർ നമ്മളെ കോശങ്ങളിലെ റിസപ്റ്റേഴ്സിന്റെ ആ ഇന്ററാക്ഷൻ അല്ലെങ്കിൽ അതിനെ തുടർന്നുള്ള കറക്റ്റീവ് സിഗ്നൽ ജനറേഷൻ സ്വാധീനിക്കുന്നുണ്ട് എന്ന് സയൻസ് കണ്ടെത്തുന്നുണ്ട്. ഡിഫറെന്റ് വാട്ടർ ബോണ്ട് സ്ട്രെങ്സ്, അതായത് ഈ നമ്മൾ മെഡിസിനും വാട്ടറും ആൽക്കഹോൾ മിക്സിൽ അജിറ്റേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വാട്ടർ മോളിക്യൂൾസിന്റെ ചേഞ്ചസ്, അതിൽ നമുക്കറിയാം ഹൈഡ്രജനും ഓക്സിജനും. ഇത് ഈ ഹൈഡ്രജനെ ചുറ്റി ഓക്സിജൻ രണ്ട് ഓക്സിജൻ ആറ്റംസ് ഉണ്ടാവും. അത് രണ്ട് തരത്തിൽ സ്ട്രെച്ചിങ് ആൻഡ് ബെൻഡിങ്, ഈ രണ്ട് മൂവ്മെന്റ് ഈ വാട്ടർ മോളിക്യൂൾസിനുണ്ട്. അപ്പൊ അത് ഈ അജിറ്റേഷനിലൂടെ മോഡുലേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഫണ്ടമെന്റൽ പോയിന്റ്. ഇത് വളരെ ഡൈലൂട്ടഡ് ആയിട്ടുള്ള മെഡിസിൻ ആണെങ്കിൽ പോലും ഈ ഹോമിയോപ്പതി മരുന്നുകൾക്ക് ഇത്തരത്തിൽ നമ്മളെ മോഡേൺ മെഡിസിൻ മരുന്നുകളെ പോലെ തന്നെ ലിഗാൻഡായിട്ട് വർക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടുന്ന ഉത്തരം. മറ്റൊരു പ്രത്യേകത ഇതിനകത്തുള്ളത്, ഈ ഹോമിയോപ്പതിക്ക് ആയിട്ട് തന്നെ സെല്ലിന്റെ കോശങ്ങളുടെ ഭാഗങ്ങളിൽ ചില പ്രത്യേക ഏരിയകൾ തന്നെ മാറ്റി വെച്ചിട്ടുള്ളതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതിന് അലോസ്റ്ററിക് ബൈൻഡിങ് സൈറ്റ് എന്ന് പറയും. നോർമലി നമ്മളൊരു മരുന്ന് കൊടുത്താൽ അത് റിസപ്റ്ററായിട്ട് ബൈൻഡ് ചെയ്യുന്ന സ്പെസിഫിക് ബൈൻഡിങ് സൈറ്റുകൾ കൂടാതെ അങ്ങനെ സ്പെസിഫിക് അല്ലാത്ത ബൈൻഡിങ് ഏരിയകളുണ്ട് കോശങ്ങളിൽ. ഇത് നമ്മളിതിന് പർട്ടിക്കുലർ സ്പേസ് ഉള്ളതിന് നമ്മൾ എൻഡോജിനസ് ലിഗൻസ് എന്നാണ് പറയുക. ഹോർമോണും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും എല്ലാം ആ കാറ്റഗറിയിലാണ് വരുന്നത്. ഡ്രഗ്സ് ദാറ്റ് ഡിസൈൻ ടു മിമിക് ഓർ ബ്ലോക്ക് ദീസ് ഇന്ററാക്ഷൻസ്, the concept is called receptor specificity, because known areas are there in the molecules കൃത്യമായ ചില ഏരിയകളുണ്ട്. അപ്പൊ അവിടേക്ക് നോക്കിക്കൊണ്ട് ഡിസൈൻ ചെയ്യുന്ന മരുന്നുകളാണ് എൻഡോജിനസ് ലിഗൻഡ് എന്ന് പറയും. അതേസമയം ഇവിടെ നമുക്ക് വെള്ളത്തിൽ ഹോമിയോപ്പതി മരുന്നിനകത്ത് വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനു വേണ്ടി ഒരു സ്പെസിഫിക് ഏരിയ ഉണ്ടാകും എന്നൊരു കൺസെപ്റ്റ് നമുക്ക് എടുക്കാവുന്നതാണ്. അങ്ങനെയാണ് നമുക്ക് ഈ അലോസ്റ്ററിക് സൈറ്റ് എന്നുള്ള ഒരു സൈറ്റ് കോശങ്ങളുടെ സൈഡിൽ റിസപ്റ്ററിന്റെ സൈഡിൽ കാണുന്നത്. ഡ്രഗ് ആൻഡ് ഇന്ററാക്ട് വിത്ത് പ്രോട്ടീൻസ് അറ്റ് സൈറ്റ്സ് അതർ ദാൻ ദി പ്രൈമറി ആക്റ്റീവ് സൈറ്റ്. നോർമൽ പ്രൈമറി അല്ലാത്ത സൈറ്റുകളിൽ, പ്രത്യേകിച്ചും മെമ്പറൈൻ്റെ സറൗണ്ടിങ്, ആ മെമ്പറൈൻ സറൗണ്ടിങ് ദ റിസപ്റ്റർ, ആ റിസപ്റ്റേഴ്സിനെ സറൗണ്ട് ചെയ്യുന്ന മെമ്പറൈനിലാണ് അത്തരം ഈ വാട്ടർ, നമ്മൾ അജിറ്റേറ്റഡ് അല്ലെങ്കിൽ നമ്മൾ പൊട്ടൻഷ്യേറ്റഡ് എന്ന് പറയുന്ന വാട്ടർ മോളിക്യൂൾസിന് ആക്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയ. അലോസ്റ്ററിക് ഇന്ററാക്ഷൻ എന്നാണ് പറയുന്നത്. ഇത് ഈ തരത്തിൽ നോൺ ആക്റ്റീവ് സൈറ്റ്സിലുള്ള ഇന്ററാക്ഷന് ഈ സിഗ്നൽ ജനറേഷനിൽ ഒരു റെഗുലേറ്ററി റോളും കൂടെ ഉണ്ടെന്ന് കൃത്യമായിട്ട് സയൻസ് പറയുന്നുണ്ട്.
അതിന് ഒരു എക്സാമ്പിൾ ബെൻസോ ഡയാസെപ്പീൻസ് എന്ന് പറയുന്ന മരുന്ന് തന്നെ അത് ഈ അലോസ്റ്റിക് സൈറ്റിൽ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു മരുന്നാണ്. 1960-ലാണ് അത് കണ്ടെത്തിയത്. വളരെ ലേറ്റ് ആയിട്ടാണ് ഈ അലോസ്റ്റിക് സൈറ്റ് എന്ന സൈറ്റ് ഈ കോശങ്ങൾക്ക് ചുറ്റും ഉണ്ടെന്നുള്ളത് കണ്ടെത്തിയത്. നേരത്തെ നമ്മൾ എൻഡോജിനസ് എന്നൊക്കെ പറഞ്ഞത് 1900-ൽ കണ്ടുപിടിക്കപ്പെട്ടതാണ്. ഈ അലോസ്റ്റിക് സൈറ്റിൽ ബൈൻഡ് ചെയ്യുന്ന അവിടെ ആ പ്രോട്ടീൻ drugs that can bind to region to the receptor protein that are distinct from the active site. ഇതിന് ഇവിടെ നമ്മൾ ഒരു കോശത്തിൽ ഒരു മരുന്ന് അല്ലെങ്കിൽ ലിഗാൻഡ് ചെല്ലുമ്പോൾ അവിടെ ആ സെൽ പ്രോട്ടീൻസ് അവിടെയുള്ള പ്രോട്ടീൻസിന് കൺഫർമേഷനിൽ ചേഞ്ചസ് ഉണ്ടാവും. അതിന്റെ ഷേപ്പിലും അതിന്റെ ആക്ടിവിറ്റീസിലും മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇത് ഈ അലോസ്റ്റിക് സൈറ്റിൽ ഇങ്ങനെ ഒരു ലിഗാൻഡ് അല്ലെങ്കിൽ നമ്മളിവിടെ വാട്ടർ മോളിക്യൂൾസ് പൊട്ടൻഷ്യേറ്റഡ് വാട്ടർ മോളിക്യൂൾസ് എത്തിയാലും അത് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് ആ റിസപ്റ്റർ സ്ട്രക്ചറിലും മറ്റുമൊക്കെ. അപ്പൊ ഇത്തരം ഏരിയകൾ ഈ അലോസ്റ്റിക് സൈറ്റിൽ എത്തുന്ന ആക്ടിവേഷൻ നൽകാൻ കഴിയുന്ന വാട്ടറിനോ അല്ലെങ്കിൽ അതുപോലുള്ള ഡ്രഗ് മോളിക്യൂൾസിന് ഇതിന്റെ അഫിനിറ്റിയിൽ റിസപ്റ്റർ അഫിനിറ്റിയിലൊക്കെ ചേഞ്ചസ് വരുത്താൻ കഴിയും. ഇത് മാത്രമല്ല ഡൗൺ സ്ട്രീം സിഗ്നലിംഗ് പാത്വേസിന്, അതായത് ഒരു മരുന്ന് സെല്ല് ഇന്ററാക്ഷനിൽ വരുന്ന സിഗ്നൽ കാസ്കേഡിംഗ് എന്ന് പറയും, ഡിഫറെന്റ് സിഗ്നൽസ് കറക്റ്റീവ് സിഗ്നൽസ് അതിന് എനേബിൾ ചെയ്യാനും അതിനെ സ്വാധീനിക്കാനും ഈ അലോസ്റ്റിക് സൈറ്റിലെ ഈ വാട്ടർ മോളിക്യൂൾസിന് കഴിയും. ബട്ട് ഇവിടെ അസംഷൻസ് ആണ് കുറച്ചുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കത് ഇനിയും സയൻസ് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ നമുക്ക് കൃത്യമായിട്ടൊരു ഉത്തരം ഇവിടെയും കിട്ടുകയുള്ളൂ. ആക്ഷൻ ഇനി നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇനി നമുക്കുള്ളത് സിമിലിയ തിയറിയാണ്. ഡ്രഗ് പ്രൂവിംഗ് ഉണ്ട്, സക്സഷൻ ഉണ്ട്. ഇതിൽ ഡ്രഗ് പ്രൂവിംഗ് എന്ന് പറയുന്നത് ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ്. അത് വെൽ ഡോക്യുമെന്റഡ് ആണ്. അത് കൂടുതൽ ആരും ഡിസഗ്രി ചെയ്യുന്ന ഒരു വിഷയമല്ല സിമിലിയ തിയറി. കാരണം ഇത് ഒരു പുതിയ തിയറി ഒന്നും അല്ലത്. ഇത് ഹിപ്പോക്രാറ്റ് തന്നെ പ്രപ്പോസ് ചെയ്തതാണ് സിമിലിയ തിയറി. സിമിലിയ തിയറിയിൽ രണ്ട് സൈഡ് ഉണ്ട്, ആക്ഷൻ അറ്റ് ലോ ബിലോ ടോൾസി ആൻഡ് ഹയർ പൊട്ടൻഷ്യൽ. ലോ പൊട്ടൻസിയിൽ അത് പ്യൂർലി ഹോമിയോപ്പതിക്ക് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഹിപ്പോക്രാറ്റ് അത് പണ്ട് പ്രപ്പോസ് ചെയ്തത് മാത്രമല്ല, ഈ മോഡേൺ മെഡിസിനിൽ തന്നെ ഹോർമിസിസ് അതുപോലെ പാരഡോക്സിയൽ ഫാർമക്കോപ്പിയ എന്ന് പറയുന്ന സബ്ജക്റ്റുകൾ ഈ സിമിലിവസ് കൊറിഡത്തിന്റെ ഒരു പ്രൂഫ് കൂടിയാണ്, അല്ലെ ഒരു അക്സെപ്റ്റിംഗ് ആംഗിൾ കൂടിയാണ്. ഹോർമിസിസ് എന്ന് പറഞ്ഞാൽ ഡോസ് റെസ്പോൺസ് റിലേഷൻഷിപ്പ്. മൈൽഡ് സ്ട്രെസ് വേറെ മൈൽഡ് സ്ട്രെസ് കാസ് ബെനിഫിഷ്യൽ സ്റ്റിമുലേറ്ററി എഫക്ട്സ് അറ്റ് ലോ ഡോസസ്, ഹാംഫുൾ ഇൻഹിബിറ്ററി എഫക്ട്സ് അറ്റ് ഹൈ ഡോസസ്. പാരഡോക്സിയൽ ഫാർമക്കോപ്പിയ പറയുന്നത് ക്രോണിക് യൂസ് ഓഫ് ഡ്രഗ്സ് ഹൈ ഡോസിലുള്ള ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കണ്ടിന്യൂ യൂസ് ഓപ്പോസിറ്റ് റിസൾട്ട് തരും എന്നുള്ളതാണ്. ഇനി ഇതിൽ നമുക്ക് ഏറ്റവും കോൺട്രവേഴ്സ്യൽ ആയിട്ട് ക്വസ്റ്റ്യൻ ഹൈ ഡൈല്യൂഷൻ സൈഡാണ്. ഇവിടെ നമ്മുടെ ഡൈല്യൂഷൻ ആൻഡ് സക്സഷൻ പൊട്ടൻസിയേഷൻ അല്ലെ ഡൈനാമിസേഷൻ എന്ന് പറയും. ഒരു സയന്റിഫിക് ഫാക്ട് നമുക്ക് ഒന്ന് ഇത് പറയുമ്പോൾ എടുത്തു പറയേണ്ടതുണ്ട്. ഒരു മരുന്നിന് ഒരു ഡ്രഗ് വിത്ത് നോ മോളിക്യൂൾ, ദർ ക്യാൻ ബി എ ഡ്രഗ്, ഒരു മരുന്ന് അതിൽ ശരിക്കുള്ള മെഡിസിന്റെ ഒരു മോളിക്യൂൾ ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളതാണ് ഹൈ പൊട്ടൻസിയിലെ വലിയ ഇഷ്യൂ. ബട്ട് ഇവിടെ മോഡേൺ സയൻസ് പറയുന്ന ഒരു കാര്യമുണ്ട്, സ്ട്രക്ചർ ഡിഫൈൻസ് ആക്ഷൻ. അതായത് ഒരു വസ്തുവിന്റെ അതിന്റെ സ്ട്രക്ചർ അതിന്റെ ആക്ഷനെ ഡിഫൈൻ ചെയ്യുന്നു ഒരു മോഡേൺ മെഡിസിൻ അംഗീകരിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ആക്ഷൻ ഉണ്ടെങ്കിൽ ആക്ഷൻ ഇസ് എ റിക്വയർഡ് ക്വാളിറ്റി ഓഫ് എനി ഡ്രഗ്. ഒരു മെഡിസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷൻ ആണ്. ആൻഡ് സ്ട്രക്ചർ ഡിഫൈൻസ് ആക്ഷൻ എന്ന് പറയുമ്പോൾ ആ ഒറിജിനൽ മെഡിസിൻ ആ സ്ഥാനത്ത് വേണമെന്ന് നിർബന്ധമില്ല എന്നുള്ളതാണ്. എനിത്തിങ് ദാറ്റ് റെപ്രസെന്റ്സ്
ദ മോളിക്കുലാർ സ്ട്രക്ചർ ആൻഡ് ബോണ്ടിങ് ഫീച്ചേഴ്സ്. ആ ഒറിജിനൽ മെഡിസിന്റെ മോളിക്കുലാർ സ്ട്രക്ചറും ബോണ്ടിങ് ഫീച്ചറും ഉള്ള ഏതിനും ആ ജോബ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് മോഡേൺ സയൻസ് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റ്. സോ ബയോ അസ്റ്ററിസം എന്നൊരു ഫിനോമിനൻ തന്നെ ഉണ്ട്. വാട്ടർ ക്യാൻ മിമിക് മെഡിസിനൽ സബ്സ്റ്റൻസസ് if the water is reshaped to the molecule of the original medicinal substance. ഈ വാട്ടറിനെ ഒറിജിനൽ മോളിക്യൂളിലേക്ക് റീഷേപ്പ് ചെയ്താൽ നമുക്കതിനെ ആ മെഡിസിന്റെ അതേ ഫംഗ്ഷൻ തന്നെ കിട്ടും എന്നാണ് മോഡേൺ മെഡിസിനും അംഗീകരിക്കുന്നത്. അതിനെ ബയോ ഐസോ എസ്റ്ററൈസ് എന്ന് പറയും. ഒരു ഹോമിയോപ്പതിയിൽ നമുക്ക് യഥാർത്ഥത്തിൽ ബയോ എസ്റ്ററിസം അല്ല അവിടെ വർക്ക് ചെയ്യുന്നത്, മോഡുലേഷൻ ഓഫ് മോളിക്കുലാർ ബോണ്ട് സ്ട്രെങ്ത്. ഇതാണ് ഹോമിയോപ്പതിയിൽ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഒരു മോഡേൺ മെഡിസിന്റെ ആംഗിൾ, മോഡേൺ സയൻസിന്റെ ആംഗിൾ നോക്കും. വാട്ടർ മോളിക്യൂളിൽ ഉണ്ടാകുന്ന ബോണ്ട് സ്ട്രെങ്തിലെ വേരിയേഷൻസ് അത് മോഡുലേറ്റ് ചെയ്യപ്പെടുന്നു വിത്ത് ദ മെഡിസിൻ. അതിന്റെ ഫ്രീക്വൻസിയിലും ആംപ്ലിറ്റ്യൂഡിലും വേരിയേഷൻസ് ഉണ്ടാകുന്നു ഡിപ്പെൻഡിങ് ഓൺ ദ അജിറ്റേഷൻ. ഇറ്റ് ഈസ് ഗെറ്റ് മോഡുലേറ്റഡ് ബൈ ദി മെഡിസിനൽ സബ്സ്റ്റൻസ്. ഇതിന് ചില സ്റ്റഡീസ് കൃത്യമായിട്ട് നടന്നിട്ടുണ്ട്. നേരിട്ട് അതിലോട്ട് പോയി കഴിഞ്ഞാൽ ഇത് നോർമലി വാട്ടർ മോളിക്യൂളാണ്. സ്ട്രെച്ചിങ്ങും മാത്രമല്ല, മോളിക്യൂൾസ് ഇങ്ങനെ ഒരു ഗ്രൂപ്പുകളായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒരു വാട്ടർ മോളിക്യൂൾ അടുത്തതിലോട്ട് പോകും. അങ്ങനെ ഒരു ചേഞ്ച് ഒക്കെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് വാട്ടർ മോളിക്യൂൾ എന്ന് പറയുന്നത്. അതിന്റെ സ്ട്രെച്ചിങ് ആൻഡ് ബെൻഡിങ്, ഈ രണ്ട് ആക്ഷൻസ് ഉണ്ട്. ഈ രണ്ട് ആക്ഷൻ നമ്മൾ അജിറ്റേഷനിൽ മോഡിഫൈ ചെയ്യുന്നുള്ളതാണ്. അത് സയൻസ് പറയുന്നതാണ് മോഡിഫൈ ചെയ്യുന്നു എന്നുള്ളത്. ഇനിയിപ്പോൾ സീരിയൽ ഡയലൂഷൻ ഫോളോ ബൈ സക്സഷൻ, അത് ഹൈഡ്രജൻ ബോണ്ട് സ്ട്രെങ്ത് കൂട്ടുന്നുണ്ട് of the water hydroxyl. ഈ വാട്ടർ ഹൈഡ്രോക്സിൽ എഥനോൾ മിക്സറിലെ വാട്ടർ മോളിക്യൂൾസിനാണ് ഈ ചേഞ്ചസ് വരുന്നത്. ഈ ഹൈഡ്രജൻ ബോണ്ടിങ് സ്ട്രെങ്ത്, ഈ പറഞ്ഞ വേരിയേഷൻസ്, അത് ഏത് കെമിക്കൽ വെച്ചിട്ടാണ് നമ്മൾ അജിറ്റേറ്റ് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇത് കൃത്യമായിട്ട് ചില സ്റ്റഡീസ് ഉണ്ട്. അതിലൊന്നാണിത്. ഇത് ഈ ഫോട്ടോമെട്രി ഒക്കെ വെച്ചിട്ട് നോക്കിയതാണ്. തുജ തന്നെ 3 പൊട്ടൻസിയിൽ ലൈറ്റ് കടത്തി വിട്ടുകൊണ്ടുള്ള സ്റ്റഡീസ് ആണ്. വേരിയേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. 6x ഉണ്ട്, 12 ഉണ്ട്, 30 ഉണ്ട്, ഹൈ പൊട്ടൻസി ഉണ്ട്. നമുക്കറിയാം 12 ബോളിൽ മോഡേൺ മെഡിസിനെ സംബന്ധിച്ച് അവിടെ മരുന്നൊന്നും ഇല്ല എന്നുള്ളതാണ് തിയറി. അപ്പോൾ ഇവിടെ ഈ 3 പൊട്ടൻസിയിലും അതിന്റെ അബ്സോർബൻസ് ലെവൽ, വെർട്ടിക്കലി കാണിക്കുന്ന അബ്സോർബൻസ് ലെവലാണ്, അതിൽ കൃത്യമായ വേരിയേഷൻ ഉണ്ട്. അപ്പോൾ ഇത് ഈ അജിറ്റേഷനിലൂടെ ഹൈഡ്രജൻ മോളിക്യൂൾസിന് മോഡുലേഷൻ സംഭവിക്കുന്നു. അതുകൊണ്ടാണ് ഈ അബ്സോർപ്ഷൻ ലെവൽ വ്യത്യാസം വരുന്നത്. ഇത് വളരെ കീ ആയിട്ടുള്ള ഒരു സയന്റിഫിക് ആംഗിൾ ആണ്, ഒരു സ്റ്റഡിയാണിത്. അപ്പോൾ ഇവിടെ ഡ്രഗ്സ് കുഡ് മോഡിഫൈ ദ ഹൈഡ്രജൻ ബോണ്ട് സ്ട്രെങ്ത് ഇൻ ദ അജിറ്റേഷൻ, ആൻഡ് ആ മോഡുലേഷൻസ് കണ്ടിന്യൂ ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. Okay. The study also picks a role of alcohol in homeopathy remedies. നമ്മൾ ഈ ആൽക്കഹോളിന്റെ ഫംഗ്ഷൻ ഇതിനകത്ത് പറയുന്നുണ്ട്. അത് ഈ ഹൈഡ്രജൻ ബോണ്ട് സ്ട്രെങ്ത് ഇനിഷ്യൽ വാട്ടർ വി ആർ യൂസിങ് ഫ്രീ വാട്ടേഴ്സിന് ഉണ്ടാക്കാൻ ഈ ആൽക്കഹോൾ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. ഫ്രീ വാട്ടർ മോളിക്യൂൾസ്, അതാണ് പിന്നെ അജിറ്റേഷനും അതിന്റെ മോഡുലേഷനും സംഭവിക്കുന്നത്. ഇവിടെ ഫ്രീ വാട്ടേഴ്സ് ഇൻ ദ വാട്ടർ എഥനോൾ മിക്സ് potentizer with a drug actually represent the drug. ആ ഒരു ചോദ്യത്തിന് ഉത്തരം യെസ് തന്നെയാണ്. The free waters and their varying hydrogen bond strength are proposed to functionally represent the drug information imprint. ഇതാണ് എന്നും കോൺട്രവേഴ്സി ആയിട്ട് പല രൂപത്തിലും വരുന്നത്. ഇവിടെ ഞാൻ പ്രസന്റ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു തരത്തിലാണ്. ഞാനല്ല, ആക്ച്വലി എവരിത്തിങ് ഈസ് ഫ്രം ദ റിസർച്ച് ഉള്ളി. അവർ പ്രപ്പോസ് ചെയ്യുന്നത് ഇതുമാതിരി ആ ഇംപ്രിന്റ് ഈ മോഡുലേഷനിലൂടെ വാട്ടർ മോളിക്യൂളിലൂടെ സംഭവിക്കുന്നുള്ളതാണ്. എങ്കിലും ഇവിടെയും നമ്മൾ സയൻസ് ആണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് പാർഷ്യൽ ട്രൂത്ത് വെച്ച് കൺക്ലൂഷൻ നടത്തുന്നത് ശരിയല്ല. ഇതിന്റെ കൂടുതൽ സ്റ്റഡീസും ഇവിടെ ഉണ്ട്. ഇവിടെ ഉള്ള വിഷയം എന്ന് പറയുന്നത് മോഡേൺ മെഡിസിനും ഈ ഇംപ്രിന്റ് വാട്ടറിൽ ഉണ്ടാകും എന്ന് സംശയമൊന്നുമില്ല. പക്ഷെ പ്രോബ്ലം ഇത് എത്രത്തോളം നിലനിൽക്കുമെന്നുള്ളതാണ്. അവിടെ നമുക്ക് കുറച്ച് നോക്കിയാൽ ആ ഷോർട്ട് ടൈം എന്നുള്ളതാണ് മോഡേൺ മെഡിസിന്റെ ഇപ്പോഴത്തെ കാഴ്ചപ്പാട്. അവിടെയാണ് നമ്മൾ ഫെയിൽ ആവുന്നത്. ഇപ്പം നമുക്കറിയാം
സയൻസ് ഒരു കാലഘട്ടത്തിൽ പറഞ്ഞത് ആറ്റം ആണ് ഏറ്റവും ചെറിയ കണിക എന്നുള്ളതാണ്. അപ്പോൾ അത് സയൻസ് അഡ്വാൻസ് ചെയ്തപ്പോൾ ഇത് മാറി. അതുപോലെ ഈ ഇംപ്രിന്റ് എത്ര നാൾ നിൽക്കും, ഷോർട്ട് ലിവിഡ് ആണോ ലോങ് ടൈം? നമുക്കറിയാം ചില ഡോക്ടേഴ്സിനൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടാവും 2-3 വർഷം കഴിഞ്ഞ് കുപ്പിയിലിരിക്കുന്ന മരുന്ന്, അല്ലെങ്കിൽ ഈവൻ ആ കുപ്പി തന്നെ മരുന്നിരുന്ന കുപ്പി തന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചാലും മോളിക്യൂൾസ് കിട്ടുന്ന റിസൾട്ട് കിട്ടുന്ന കേസുകൾ അനുഭവങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ഈ ഇംപ്രിന്റ്, അതായത് നമ്മൾ അജിറ്റേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വാട്ടർ മോളിക്യൂൾസിൽ വരുന്ന മോഡുലേഷൻ, അത് നിലനിൽക്കും, അതിനുള്ള സാധ്യതയാണ്, അല്ലെങ്കിൽ നമുക്കത് തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ളൊരു പോയിന്റാണ് ഈ സയൻസിന്റെ വളർച്ചയെ നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. കാരണം സയൻസ് ആ ലിമിറ്റേഷൻ നിൽക്കുകയാണ്. ഈ ഫൈൻ മോഡുലേഷൻസ് വാല്യൂസ് അത് വളരെ ഫൈൻ ആയിരിക്കും. നമുക്കറിയാം നാനോ ടെക്നോളജിയിലാണ് ഹോമിയോപ്പതി മോഡേൺ മെഡിസിൻ നിൽക്കുന്നത് തന്നെ. 10⁻⁹ വരെ അത് മെഷർ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇത് അഡ്വാൻസ് ചെയ്യുന്ന മുറയ്ക്ക് തീർച്ചയായിട്ടും ഇത് ആ ഇംപ്രിന്റ് കണ്ടിന്യൂ ചെയ്യുന്ന നാളെ സയൻസ് കണ്ടെത്തും എന്നുള്ളൊരു സംശയമൊന്നുമില്ല. കാരണം നമുക്കുള്ള കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഹോമിയോപ്പതി മരുന്ന് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിന്റെ റിസൾട്ട് എഫക്റ്റുകൾ നമ്മൾ ആൾറെഡി കണ്ടു കഴിഞ്ഞു. സ്റ്റഡീസ് നിറയുണ്ട്, ഞാൻ 2-3 ഇവിടെ കോട്ട് ചെയ്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ എടുത്തു കഴിച്ചു കഴിഞ്ഞാൽ ശരിക്കും മെഡിസിന്റെ എഫക്റ്റും നമ്മൾ വെരിഫൈ ചെയ്ത് നമുക്ക് പറയാം. ഇവിടെ എല്ലാം ലിമിറ്റേഷൻസ് നിൽക്കുന്നത് മോഡേൺ മെഡിസിന്റെ, മോഡേൺ സയൻസിന്റെ വളർച്ചയാണ്. അപ്പോൾ ഇതിൽ ഈ കൺക്ലൂഡിങ്ങും ഒറ്റ പോയിന്റ് ആണ്, ഇവിടെ വാട്ടർ മോളിക്യൂൾസിന്റെ ബോണ്ടിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ്, ആ മോഡുലേഷൻസ് ആണ് ഹോമിയോ മരുന്നുകൾക്ക് ആ മരുന്നിന്റെ ക്വാളിറ്റി നിലനിർത്തുന്ന അല്ലെങ്കിൽ ക്യാരി ഫോർവേഡ് ചെയ്യുന്നത് അതാണെന്നുള്ളതാണ് നമുക്ക് ഇതിനകത്തുള്ളൊരു മെയിൻ പോയിന്റ്. എനിക്ക് തോന്നുന്നു ഇത് ഞാൻ ഇൻട്രസ്റ്റ് ഉള്ളവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇമെയിലിൽ ഞാൻ അയച്ചു തരാം. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയോ ഫർദർ അവർക്ക് നെറ്റിലോ മറ്റോ അല്ലാതെ സ്റ്റഡി ചെയ്യാൻ കഴിയും. ഞാനിത് ഇംഗ്ലീഷ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വന്നതുകൊണ്ട് മലയാളത്തിലേക്ക് ഒരുപാട് പരിമിതിയുണ്ട്, നമുക്ക് ആ ഫ്ലോയിൽ കിട്ടില്ല. ഏതായാലും നമുക്കിവിടെ ഒരു കാര്യം ആണ്, ഹോമിയോപ്പതിക്ക് റിസൾട്ട് ഉണ്ട്, എവിഡൻസ് ഓൺ വേരിയസ് ആക്ഷൻസ് ലൈക്ക് മോഡേൺ മെഡിസിൻ നമുക്കിവിടെ ഉണ്ട്. അതുപോലെ ഹോമിയോപ്പതിയുടെ ഫണ്ടമെന്റൽ തിയറീസ് പ്രൂവ്ഡ് ആണ്. ബട്ട് സ്പെസിഫിക് ആക്ടിവേഷൻ പ്രോസസ് എങ്ങനെയാണ് കറക്റ്റ് സിഗ്നൽ കാസ്കേഡിങ് നടക്കുന്നത്, അലോസ്റ്റിക് സൈറ്റ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഹോമിയോപ്പതിക്ക് വേണ്ടി പ്രകൃതി ഒരു ഏരിയ മോളിക്യൂളുകൾ വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അലോസ്റ്റിക് സൈറ്റ് എന്ന് പറഞ്ഞിട്ട് നോർമലി ലിഗമെന്റ് മരുന്നുകൾ വർക്ക് ചെയ്യാത്ത ഏരിയ ആണ്. അപ്പോൾ അവിടെ ആക്ഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ആയിരിക്കണം ഈ കാരണം വാട്ടർ മോളിക്യൂൾ മാത്രമേ നമ്മളെ മനസ്സിൽ ശരിക്കും വരുന്നുള്ളൂ. അപ്പോൾ ആ ഏരിയകൾ ഇനിയും സയൻസ് വളരുന്ന മുറയ്ക്ക് ഒരു ശുഭ പര്യവസായി ആകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപാട് ലിമിറ്റേഷൻസ് ഇതിനകത്ത് വന്നിട്ടുണ്ട്, ക്ഷമിക്കുക. ഇതാണ് എനിക്ക് പ്രസന്റ് ചെയ്യാനുള്ളത്. താങ്ക് യു. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യണേ. സ്ക്രീൻ ഷെയറിങ് ഓഫ് ചെയ്താലേ ഒന്ന് ഓക്കെ ചെയ്യട്ടെ. തീർച്ചയായിട്ടും ഓക്കെ. എന്തായാലും ഇത്രയും കാര്യങ്ങള് എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. സാറ് വഴി എന്തായാലും ഇതെല്ലാം അറിയാൻ സാധിച്ചു. ഒരുപാട് ചർച്ചകളും അല്ലെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ കാണും എന്ന് വിചാരിക്കുന്നു. ഓരോരുത്തർക്കും പറയാൻ നമുക്ക് മറ്റു ഡോക്ടേഴ്സിന് എന്താണ് പറയാനുള്ളത്, മറ്റുള്ളവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. മനോജ് ഡോക്ടർ ഉണ്ട്. മനോജ് ഡോക്ടറെ എന്താണ് സാറിന് വളരെ ഈ പറഞ്ഞ കണക്ക് വേറെ എവിടെയെങ്കിലും ആരെങ്കിലും സാറിന്റെ പൊസിഷൻ എവിടെ എത്തും എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. സാറിനെ പോലെ ശരിക്കും ഈ ഒരു സിറ്റുവേഷൻ ജോലി ചെയ്യേണ്ട ഒരാളല്ല എന്നുള്ളതാണ്. അത്രത്തോളം ഇന്റലിജന്റ് ആണ്, വളരെയധികം പഠിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല ആഫ്റ്റർ 50 ഇത്രയും ഗ്രാസ്പ് ചെയ്യും എന്നുള്ളതാണ് അതിനേക്കാൾ പോസിറ്റീവ് ആണ്. സാറ് പറയുന്നുണ്ട് ഈ ഇംപ്രിന്റ് മോളിക്യൂൾസ് ആ ഒരു കാര്യം എത്രത്തോളം ഹൗ ഫാർ ദാറ്റ്സ് എ ലോട്ട് പ്രോബ്ലം എന്ന് പറയുമ്പോൾ അതിനെ വളരെ ജുഡീഷ്യസ് ആയിട്ടും വളരെ ഇന്റലിജന്റ് ആയിട്ടും ഒരു കോർണർ സാർ ഒതുക്കി എന്നുള്ളതാണ്. ബാക്കി എല്ലാ സൈഡും പോസിറ്റീവാണ്, ഒരു മിനിമം നെഗറ്റീവ് അവിടെ ഉള്ളൂ. അതും സാർ പറയുണ്ടായി സയൻസിന്റെ ലിമിറ്റേഷൻ ആണെന്ന് പറയുണ്ടായി. ശരിക്കും ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾ നമുക്ക് ആവശ്യമുള്ളത്. പക്ഷെ എന്നെ പോലുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ സാറ് പറഞ്ഞ പലരും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്.
നമ്മൾ വളരെ കാലം മുമ്പ് ഇതൊക്കെ പെട്ടിയിൽ അടച്ചു വെച്ചതാണ്. അവിടെ ഒരു അബ്സോർഷൻ പ്രോബ്ലമേ ഉള്ളൂ, അസിമുലേഷൻ പ്രോബ്ലമേ ഉള്ളൂ. സാറാണ് സുന്ദരമായിട്ട് ചെയ്തു. ഒപ്പം സാറിനെ ഞാൻ നമ്മുടെ കോളേജിലേക്ക് ക്ഷണിക്കുകയാണ്. SK ശാരദാകൃഷ്ണ ഹോമിയോ മെഡിക്കൽ കോളേജിൽ സാറിന്റെ സെഷൻ വളരെ അത്യാവശ്യമാണ്. സാറിന്റെ സൗകര്യം പോലെ നമുക്ക് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ അത്യാവശ്യമായിട്ട് ചെയ്യണം. വളരെ നന്ദി സാർ. താങ്ക് യു. മനോജ് ഡോക്ടർ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ഒരു MD തലത്തിലുള്ള കുട്ടികള് എന്താണ് അവരൊരു തിസീസിന് വേണ്ടി ചെയ്ത പോലെ ഉള്ള കാര്യങ്ങളാണ് ഇപ്പൊ സാറ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഹോമിയോപ്പതിയിലെ ഫാർമക്കോളജി ആ ഡിപ്പാർട്ട്മെന്റ് ഒരുപാട് ഗുണം ചെയ്യും. സാറിന്റെ ഈ പ്രസന്റേഷൻ അപാരമായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. വളരെ ഒരു പ്രിസിഷൻ, ഒരു സയന്റിസ്റ്റ് എല്ലാ പ്രിസിഷനും സാറിനുണ്ട്. വളരെ നന്ദി. അവരൊന്നുകൂടി കണ്ണ് തുറക്കും തീർച്ചയായിട്ടും. ആ ഒരു ഏജിലാ കുറച്ചുകൂടി ഗ്രാസ്പെയിൻ ചെയ്യും. ഓക്കെ. ഈ വൈദ്യര് ഡോക്ടർ എത്തിയിട്ടുണ്ട്. വൈദ്യര് ഡോക്ടർ എന്താണ് ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് പറയാനുള്ളത്? സലാഹുദ്ദീൻ സാറിനെ വളരെ വർഷങ്ങളായി പരിചയമുണ്ട്, അറിയാമെങ്കിലും സാറിന്റെ ക്ലാസ് കേൾക്കാൻ ഭാഗ്യമുണ്ടായിട്ടില്ല. ഞാൻ ഭയങ്കര സന്തോഷമായി, വളരെ പ്രയോജനപ്രദമായി. എത്രമാത്രം മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ. നമ്മുടെ നോളജൊക്കെ വളരെ കുറവാണ് അതായിട്ട്. എന്നാലും ഒരു ഹൈഡ്രേഷൻ ബ്രേക്കിന് ശേഷം, സോറി അല്ല, 15 മിനിറ്റ് ശേഷം മലയാളത്തിലോട്ടാക്കിയതുകൊണ്ട് ഒന്നും കൂടെ ഉൾക്കൊള്ളാനായി. ഞാനാണ് ശല്യം ചെയ്തിട്ട് ഇംഗ്ലീഷിലെ ക്ലാസ്സിലൊക്കെ പ്രതിഷേധിച്ചോണ്ടിരുന്ന ആളാണ് ഞാനാണ്. തമിഴിന്റെ ഒരു മനസ്സാണ്, കാര്യം ഇംഗ്ലീഷ് കേൾക്കണ്ട എന്നുള്ള മനസ്സാണ്. അതുകൊണ്ട് എന്നാലും സാറ് പറഞ്ഞു തന്നു, വളരെ ഉപകാരം സാറ്. വളരെ നന്ദി അറിയിക്കുന്നു. ഓക്കെ. സാറിന് കാണാൻ കഴിഞ്ഞ് വളരെ സന്തോഷം. കാരണം സാറ് വളരെ ഉഷാറായിട്ട് കാണുന്നുണ്ട്. നേരത്തെ ഞാൻ കാണുമ്പോൾ സാർ വളരെ വീക്കായ അവസ്ഥയിലായിരുന്നു. വളരെ ഉഷാറായിട്ട്, വളരെ സന്തോഷം. കാഴ്ചയൊക്കെ ഓക്കെ ആയല്ലോ അല്ലേ? എന്തോ കാഴ്ച ഓക്കെ ആയോ? കാഴ്ച ഓക്കെ. വെരി ഗുഡ് സാർ, വളരെ സന്തോഷം. ഓക്കെ. വൈദ്യര് ഡോക്ടറെ വളരെ സന്തോഷം. ഈ പറഞ്ഞ പോലെ വൈദ്യര് ഡോക്ടർക്കാണ് മലയാളത്തിലായാൽ നന്നായിരുന്നു എന്ന് ആദ്യം മുതലേ മെസ്സേജ് ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷെ എന്തായാലും ഒരു കാൽഭാഗം കഴിഞ്ഞതിന് ശേഷം മലയാളത്തിൽ കൂടി സാർ പറഞ്ഞു. അതപ്പോ അത്രയും കുറച്ചുകൂടി പേർക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരം ഉണ്ടായി കാണും. ഇനിയും ബാക്കി ഡോക്ടേഴ്സിന് എല്ലാ പറയാനുള്ളത് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇടാം. എന്തെങ്കിലും സംശയങ്ങളോ ഈ വേണുഗോപാൽ സാർ ഉണ്ടല്ലോ ഫാർമസിയുടെ, സാറ് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? എന്താണ് ഇന്ന് ക്ലാസ് കേട്ടതിൽ സാറിന് എന്താണ് പറയാനുള്ളത്? ഓഡിയോ കണക്ട് ആയില്ലേ? ഇല്ല. വേണുഗോപാൽ സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ? ധനേഷ് ഡോക്ടർ എത്തിയിട്ടുണ്ട്. ധനേഷ് ഡോക്ടറെ വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഈ ഹോമിയോപ്പതി ഡോക്ടർമാരുടെ ഇടയിൽ തന്നെ പലർക്കും ഇന്നും ഇത് സംശയമുള്ള ഒരു വിഷയത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ ആ സംശയം എങ്ങനെ ദൂരീകരിക്കാം, ഈ ഒരു വിഷയം വരാൻ സാർ ഇവിടെ അവതരിപ്പിക്കാൻ തന്നെ ഒരു കാരണം, ഞങ്ങൾ ഒരു ദിവസം ഇങ്ങനെ ഒരു കോഷ്യൽ ടോക്കിൽ ഞാൻ പറഞ്ഞു സാർ ഒരു ദിവസം ഒരു ക്ലാസ് ഒക്കെ എടുക്കണം. കാരണം സാറിനെ ആൾക്കാർക്കെല്ലാം വിജയമാണെങ്കിലും സാറിന്റെ ഹോമിയോപ്പതി ഫീൽഡിലുള്ള അറിവുകളെ കുറിച്ചൊന്നും ആൾക്കാർക്ക് അറിയില്ല. അപ്പം ശരി, ഞാൻ നോക്കാം, ഒരു ദിവസം ഞാൻ വിളിക്കാം. പിന്നെ ഒരു ദിവസം സർപ്രൈസ് ആയിട്ടാണ് PPT അയച്ചിട്ട് ഇതൊന്ന് നോക്കൂ, നമുക്കിത് കൊള്ളാവെന്ന് പറയുന്നു. സത്യത്തിൽ ഞാനത് തുറന്നു നോക്കിയില്ല. എന്താണെന്നറിയാമോ, ഇത് തുറന്നു പോയി കഴിഞ്ഞാൽ അതിന്റെ ത്രില്ല് അങ്ങ് പോകും. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു സാർ ഇത് അവതരിപ്പിക്കുക. ഇപ്പൊ ഇവിടെ തന്നെ സാർ അത് PPT ആയിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനൊരു ത്രില്ല് വന്നില്ല. അതേസമയം അങ്ങോട്ട് പറയാൻ തുടങ്ങിയപ്പോഴേ നമുക്ക് ശരിക്കും അങ്ങ് ആനന്ദ നൃത്തമാടുക എന്നൊക്കെ പറയുന്ന ആ ലെവലിലോട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റി. ഇതിന് തൊട്ട് മുമ്പുള്ള സെഷനും ഇതിന്റെ മറ്റൊരു വേർഷനായിരുന്നു. ഹോമിയോപ്പതിയെ നമ്മൾ എങ്ങനെ കൂടുതൽ ഡോക്ടർമാരിൽ ആത്മവിശ്വാസം ഉണ്ടാക്കാൻ പറ്റും എന്നതിനുള്ള ഒരു സെഷനാണ് ഇംഗ്ലീഷ് സെഷനിൽ നടന്നത്. പക്ഷെ അതിന് ശേഷം ഇങ്ങനെ ഒരു സെഷൻ വെക്കുമ്പോൾ അത് ആ മലയാളത്തിലോട്ട് വന്നപ്പോഴാണ്, ആ മലയാളത്തിൽ അത് ഒഴുകി വരുമ്പോൾ നമുക്കതിൻ്റെ ശരിക്ക് സാർ ഉദ്ദേശിച്ചത് എന്താണെന്നുള്ള എല്ലാവരുടെയും മനസ്സിലോട്ട് കയറുന്നത്. നമ്മൾ ഫിലോസഫിക്കലായിട്ട് പറയുമ്പോൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ വായിച്ചുള്ള അറിവുകൾ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അതിന് വ്യത്യസ്തമായ ഒരു ശാസ്ത്രീയ ദർശനത്തോടു കൂടിയുള്ള ഒരു അവതരണമായിരുന്നു.
അപ്പൊ തീർച്ചയായും ഇത് ഇങ്ങനെ അവതരിപ്പിച്ചാലാണ് നമുക്ക് സാധാരണക്കാരിൽ ഇത് എത്തിക്കാൻ പറ്റുന്നത്. നമ്മൾ ഇംഗ്ലീഷ് അറിയാവുന്ന ആൾക്കാർക്ക് ഇംഗ്ലീഷ് മനസ്സിലാവുമെങ്കിലും അവർക്ക് ഇപ്പൊ പുസ്തകങ്ങൾ വായിച്ചാലും മനസ്സിലാവും. പക്ഷെ മലയാളത്തിൽ ഒരു കാര്യം കേൾക്കുമ്പോഴാണെങ്കിൽ ആൾക്കാർ ശ്രദ്ധിക്കും, ഇതെന്താണ് പറയുന്നത്, ഇത് ആരാണ്, ഇതൊരു എഞ്ചിനീയർ ആണല്ലോ പറയുന്നത്, അദ്ദേഹം ഇതെങ്ങനെ പറയുന്നു. അപ്പൊ ഇതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. ഇത് കാര്യമില്ലെങ്കിൽ അദ്ദേഹം ഇത് പഠിക്കില്ലല്ലോ, അല്ലെങ്കിൽ അദ്ദേഹം ഇത് അവതരിപ്പിക്കില്ലല്ലോ. അപ്പം ഒരു ഹോമിയോ ഡോക്ടർ ആണെങ്കിൽ അവന്റെ അന്നത്തിന് വേണ്ടി പറയുന്നതാണ്, അല്ലെങ്കിൽ അവന്റെ ഈ പറഞ്ഞ പോലെ തന്നെ അരിപ്രശ്നമായതുകൊണ്ട് പറയുന്നതാണെന്ന് വിചാരിക്കും. പക്ഷെ ഇത് അതല്ല. ആ ഹോമിയോപ്പതിയിൽ എന്തോ വലിയൊരു സത്യം കിടപ്പുണ്ടെന്നും ആ സത്യത്തിനെ മിഥ്യയാക്കി ചിത്രീകരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ യഥാർത്ഥ സത്യം എന്തെന്ന് വെളിപ്പെടുത്താൻ ഡോക്ടർ ശ്രീ സലാഹുദ്ദീൻ എഞ്ചിനീയർ സാർ നടത്തിയ ഈ പ്രകടനം എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. ഞാൻ ചോദ്യങ്ങളൊന്നും തന്നെ ചോദിക്കുന്നില്ല, കാരണം ചോദ്യമല്ല അല്ലല്ല. ചോദ്യം ചോദിച്ചാൽ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി പറയാൻ പ്രാപ്തനായ ഒരാളാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്. പക്ഷെ ഇന്ന് സമയക്കുറവൊക്കെ ഉള്ളതുകൊണ്ടും നമുക്ക് വേറൊരു ദിവസം ഇതുപോലെ തന്നെ ചർച്ച കൊണ്ടുപോകണം. കാരണം ഇങ്ങനെയുള്ള ചർച്ചകൾ വരുമ്പോഴേ അതിലെ ചെറിയ ചെറിയ ക്ലിപ്പിങ്സ് നമുക്ക് പുറത്താക്കാൻ പറ്റിയാൽ അത് വളരെ നന്നായിരിക്കും. IBS അതിനുള്ളൊരു ശ്രമം കൂടി നടത്തുന്നുണ്ട്. വേണുഗോപാൽ സാറിന് കണക്ട് ആയിട്ടുണ്ടേ. വേണുഗോപാൽ ഡോക്ടർ ഉണ്ട് കണക്ട് ആയിട്ടുണ്ട്. വേണുഗോപാൽ ഡോക്ടർ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് എന്താണ് സാറിന് പറയാൻ? ഇസ്മായിൽ സെട്ട് സാറുണ്ട്. സെട്ട് സാറ് കഴിഞ്ഞു. സെട്ട് സാറ് നമ്മുടെ സലാഹുദ്ദീൻ സാറിന്റെ ക്ലാസ് വളരെ ഗംഭീര. സലാഹുദ്ദീൻ ഇത്രയും വ്യാപ്തിയും ഉള്ളടക്കം ഉണ്ടെന്നുള്ള ഇന്ന് ബോധ്യപ്പെട്ടതാണ്. ആ ബോധ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ഹോമിയോപ്പതി പ്രശംസിച്ചതും നല്ല ഇതിൽ കൊണ്ടുവന്നത്. അതല്ലായിരുന്നെങ്കിൽ ഹോമിയോപ്പതി പറ്റി കൂടുതൽ മനസ്സിലാക്കിയില്ലായിരുന്നെങ്കിൽ ഇത് ഈ രീതി വരില്ലായിരുന്നു. അദ്ദേഹം ആന്തരികമായിട്ടും അതിന്റെ ആത്മാവിനെ കണ്ടെത്തി എന്നുള്ളതാണ് സത്യം. ഞാൻ വളരെയധികം ആകാംക്ഷയോട് കേട്ടിരുന്നതാണ്. എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. ഹോമിയോപ്പതിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് താങ്കൾക്ക് ഇനിയും ഇനിയും അതിനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നും വർക്കത്ത് നമ്മളൊന്ന് ഉത്തേജിപ്പിക്കണം. കാരണം എല്ലാവർക്കും വേണ്ട ഒരു പുഷപ്പ് അല്ലേ? അത് ഇടയ്ക്ക് ഒന്ന് വന്നിട്ട് പുഷപ്പ് ചെയ്താണെങ്കിൽ വളരെ നന്നായിരിക്കും. ഓക്കെ താങ്ക് യു. ഓക്കെ. അടുത്തത് നമ്മുടെ വേണുഗോപാൽ സാറിനെ ക്ഷണിക്കുകയാണ്. വേണുഗോപാൽ സാർ, എന്താണ് ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് സാറിന് പറയാൻ? വേണുഗോപാൽ സാർ എത്തിയിട്ടില്ലേ? കേൾക്കാവോ? കേൾക്കാം. ഇച്ചിരി നെറ്റ് പ്രശ്നമുള്ളതുകൊണ്ടാണ് ഞാൻ. കുഴപ്പമില്ല, കേൾക്കാം. അപ്പോ സലാഹുദ്ദീൻ സാറിനെ എനിക്ക് നല്ലോണം അറിയാം. കാരണം സാറ് പലപ്പോഴും ഞങ്ങൾ തമ്മിൽ ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്. സാറ് ചില കാര്യങ്ങൾ എന്നോട് ചോദിക്കും. അങ്ങനെ ഞങ്ങൾ പലപ്പോഴും ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് തന്നെ സാർ ഈ മെസ്സേജ് എനിക്ക് അയച്ചപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഇന്ന് എനിക്ക് സാറ് വാട്സാപ്പിൽ ഈ മെസ്സേജ് അയച്ചിരുന്നു. അപ്പൊ ഇപ്പം സാറ് പറഞ്ഞത് വളരെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എങ്കിലും അത് ഈ മോഡേൺ മെഡിസിന്റെ ഫാർമക്കോളജി ആയിട്ട് വളരെ റിലേറ്റഡ് ആയിട്ടാണ് സാറ് പറഞ്ഞതെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഈ റിസപ്റ്റേഴ്സ്, സെല്ലിലുള്ള റിസപ്റ്റേഴ്സ്, ഒരു എല്ലാ സെല്ലിലും ഒരുപാട് റെഗുലേറ്ററി ഫങ്ഷൻസ് ഉണ്ട്. അതിന്റെ ടാർഗറ്റ് ഓർഗനിലേക്ക് ഒരു മെസ്സേജ് അയക്കണമെങ്കിൽ അത് വർക്ക് ചെയ്യണം. അലോപ്പതി മെഡിസിന്റെ വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം ഇൻസുലിൻ റിസപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ സാറിന് കേട്ടിട്ടുണ്ട്. അപ്പം ഇൻസുലിൻ വർക്ക് ചെയ്യണമെങ്കിൽ സെല്ലിലുള്ള ഇൻസുലിൻ റിസപ്റ്റേഴ്സ് വർക്ക് ചെയ്തെങ്കിലേ ഇൻസുലിൻ ആക്റ്റീവ് ഉള്ളൂ സെല്ലിൽ. അത് നമുക്കറിയാം. അങ്ങനെയാണല്ലോ ഡയബറ്റീസ്. ഇതുപോലെ എല്ലാ സെല്ലുകളിലും നമുക്ക് മോളിക്കുലാർ ലെവലിലും ഡ്രഗിന്റെ മോളിക്കുലാർ ലെവലിലുള്ള ആക്ഷനാണ് കൂടുതലും ഈ മോഡേൺ മെഡിസിനിൽ അവർ ചെയ്യുന്നത്. അതൊരു മോളിക്കുലർ ഏതെങ്കിലും ഒരു സൈറ്റിൽ പോയിട്ട് റിസപ്റ്റേഴ്സ് ഉണ്ട്. ആ റിസപ്റ്റേഴ്സിൽ ഓരോ സെല്ലിലും പല ടൈപ്പ് ഓഫ് റിസപ്റ്റേഴ്സ് ഉണ്ട്. അപ്പം അത് ഒരുപാട് വിശദീകരിച്ച് പറയേണ്ടതുണ്ടെങ്കിൽ ആ റിസപ്റ്റേഴ്സിൽ പോയി കറക്റ്റായിട്ട് ഒരു കീ ആൻഡ് ലോക്ക് മെക്കാനിസം പോലെ വർക്കൗട്ട് ചെയ്തെങ്കിൽ അവരെ ഡ്രഗ് വർക്ക് ചെയ്തു. നമുക്ക് ഹോമിയോപ്പതിക് മെഡിസിനെ നമുക്ക് ആ ലെവലിൽ മാത്രം പറയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ഡ്രഗ്സിന്റെ മോളിക്കുലാർ ലെവൽ എന്ന് പറഞ്ഞത്
അതിൻ്റെ അപ്പുറമാണ്. നമ്മുടെ ഡൈനാമൈസേഷൻ എന്ന് പറയുമ്പോൾ മോളിക്യൂൾസിൻ്റെ അപ്പുറം പോവുകയാണ്. അപ്പോൾ എനിക്കത് പലപ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പം സാധിച്ചിട്ടുള്ളത് ഈ മോളിക്കുലർ ലെവലിൽ വെച്ച് മാത്രം നമുക്ക് നമ്മുടെ മെഡിസിൻ്റെ ആക്ഷനെ ഡൈനാമിക് എന്ന് പറയുമ്പോൾ തന്നെ വിത്തൗട്ട് എനി ആക്റ്റീവ് സബ്സ്റ്റൻസ് എന്നാണ്, ഇന്ററാക്ഷൻ വിത്ത് എനി ആക്റ്റീവ് സബ്സ്റ്റൻസ് വിത്തൗട്ട് എനി ആക്റ്റീവ് സബ്സ്റ്റൻസ് എന്നാണ് പറയുന്നത്. അതിന്റെ പ്രസൻസ് മാത്രമാണ് അവിടെ സാർ വരുന്നത്. ഒന്ന് പറഞ്ഞോട്ടെ വേണുഗോപാൽ സാർ. പിന്നെ നമ്മള് അവിടെ തന്നെയാണ് നമ്മൾ നിൽക്കുന്നതും. അതായത് ഇവിടെ വാട്ടർ മാത്രമാണ് ഈ ഇംപ്രിന്റോടുകൂടി നിൽക്കുന്നത്. നമ്മള് കെമിക്കൽസ് അതിനകത്ത് ഡയറക്റ്റ് വരുന്നുണ്ട്. ഈ വാട്ടറിൽ ഉണ്ടാകുന്ന മോഡുലേഷൻ മാത്രമാണ് നമ്മൾ മെഡിസിൻ, ബേസിക് മെഡിസിൻ, അതാണ് ആ ലാസ്റ്റ് സ്റ്റഡി വരുന്നത്. ആ ബേസിക് മെഡിസിൻ അജിറ്റേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഇംപ്രിന്റ് വാട്ടറിലേക്ക് വരുന്നു. പക്ഷെ ആ വരുന്നത് മെറ്റീരിയലിന്റെ സബ്സ്റ്റൻസിന്റെ സ്വഭാവം അനുസരിച്ചുള്ള മോഡുലേഷൻ ഈ ഇതിന് കിട്ടുന്നു എന്നുള്ളതാണ് വാട്ടർ മോളിക്യൂളിന്. അപ്പൊ നമുക്ക് ഇവിടെ ലിഗാൻഡ് ആയിട്ട് ഒറ്റ സാധനമാണ് വാട്ടർ മോളിക്യൂൾ മാത്രമാണ്. ഇത്രയാണ് എനിക്കത് മനസ്സിലായത്. അതെ, നമ്മള് ബെനവിസ്റ്റിയുടെ എക്സ്പെരിമെന്റ് ഒക്കെ, മറ്റേ ജാക്യൂസ് ബെനവിസ്റ്റിയുടെ എക്സ്പെരിമെന്റ് സാർ ഉദ്ദേശിച്ച അതല്ലേ? വാട്ടർ മെമ്മറി ഒരു വാട്ടർ മെമ്മറി, ആ മെമ്മറി ഡിഫറെന്റ് ഇതിലാണ്. അതായത് ഇത് പിന്നെ മോഡുലേഷൻ ആയിട്ടാണ്. മറ്റേത് വാട്ടർ മെമ്മറി ആ മോളിക്യൂൾ അതുപോലെ റീഷേപ്പ് അങ്ങനെയൊക്കെയാണ് ആ വാട്ടർ മെമ്മറി വരുന്നത്. ഐസ് ഫോർമേഷൻ ഒക്കെ, ഐസ് ക്യൂബ്, അങ്ങനെയൊക്കെ ചില തിയറി ഉണ്ടല്ലോ. ഇതങ്ങനല്ല. വാട്ടറിൽ തന്നെ വാട്ടർ മോളിക്യൂളിന്റെ മോഡുലേഷൻ പിന്നെ പ്യൂർലി സയന്റിഫിക് ആണ്. അത് ആ മോഡുലേഷൻ നിലനിൽക്കുന്നോ ഇല്ലയോ എന്നുള്ളതാണ് എന്റെ ഈ വിഷയം. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതുകൂടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാട്ടർ മോളിക്യൂൾ തന്നെ ആ മരുന്നിനെ റെപ്രസെന്റ് ചെയ്യുന്നു ഇൻ ദ ഫോം ഓഫ് മോഡുലേഷൻ. അതാണ് ഒരു പെർസ്പെക്റ്റീവ് ആണിത്. ഇത് ഇങ്ങനെയാണ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ദിസ് ഈസ് വൺ ഓഫ് ദ പെർസ്പെക്റ്റീവ്. ഓക്കെ, വേണുഗോപാൽ സാറേ, ഒരാളോട് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, മഷൂർ ഡോക്ടർ. ഡോക്ടർ ഒന്ന് ചുരുക്കി സംസാരിച്ച് നിർത്തണേ മഷൂർ ഡോക്ടറെ. ക്ഷമിക്കണം സലാഹുദ്ദീൻ സാറിന് മുമ്പ് ഒരു ദിവസം ഇങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ ഞാൻ ഇത് പറഞ്ഞിരുന്നു. നമ്മുടെ മരുന്നിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ വേണു സാറ് ഇതിന്റെ ഫാർമസിയുടെ സാളല്ലേ, മരുന്നില് വാട്ടറിനെ കുറിച്ചൊരു ഇത് യഥാർത്ഥത്തിൽ അസ്ഥാനത്താണെന്നാണ് എന്റെ അഭിപ്രായം. കാര്യം ആൽക്കഹോളിലാണ് നമ്മള്, അതും അൾട്രാ സ്പിരിറ്റിലാണ് നമ്മൾ ഇത് സക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അതിൽ ഈ ഹൈഡ്രജൻ മോളിക്യൂൾസിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, അദ്ദേഹം ഞാൻ ഈ TDS ഒരു ടെസ്റ്റ് ചെയ്തെന്ന് അന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിലും എനിക്ക് അയോൺസിന്റെ ഇതിനെ കുറിച്ച് കാണാൻ കഴിഞ്ഞു, ഓരോ പൊട്ടൻസിയിലും. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വാട്ടർ ഇതിനകത്ത് വരുന്നില്ല യഥാർത്ഥത്തില്. ഞങ്ങൾ ഡിസ്പെൻസ് ചെയ്യുമ്പോൾ മാത്രമേ വാട്ടർ വരുന്നുള്ളൂ. ഡിസ്പെൻസിങ്ങിലല്ലാതെ പൊട്ടൻസിയിൽ ഒരു സ്റ്റേജിൽ മാത്രം, അതായത് ആ 4th സ്റ്റേജിൽ മാത്രം എല്ലാം, അതും പെട്ടെന്ന് ഈ 0/3 മാത്രം കണ്ടാണ്. അത് ശരിക്കൊന്നും പഠിക്കാൻ സമയം കിട്ടിയില്ല, അത് സാറിനോട് പറഞ്ഞില്ല. എങ്കിലും ഫാർമസി അറിയാമല്ലോ, നമ്മൾ ഒരു സ്റ്റേജിൽ മാത്രമല്ല സാർ വാട്ടർ വരുന്നുള്ളൂ. സക്കഷനിലൊന്നും വരുന്നില്ല. ആസിഡ് പോലുള്ള ചില പദാർത്ഥങ്ങളെ വാട്ടറിൽ സക്കസ് ചെയ്ത് വരുന്നുണ്ട്. നാട്രമോറൊന്നും ഇത് എല്ലാ മെഡിസിന്റെ പ്രിപ്പറേഷനിൽ ആസിഡ് അല്ല, വാട്ടർ വരുന്നില്ല. പ്രിപ്പറേഷനിൽ വരുന്നില്ല. പൊട്ടൻഷ്യലി വാട്ടർ വരുന്നില്ല. ഹയർ പൊട്ടൻസി വരുമ്പോ അല്ല, ആൽക്കഹോൾ എന്ന് പറയുന്നത് 100% ആൽക്കഹോൾ ഇല്ല എന്നുള്ളതാണ് ഇവര് ഈ തിയറിയിൽ പറഞ്ഞു വെക്കുന്നത്. 100% വരുന്നുള്ളൂ. പ്രത്യേകം പറയുന്നുണ്ട്. അതായത് 4 പൊട്ടൻസി വരുമ്പോൾ മാത്രം 5 6 മാറ്റുന്നു ഞങ്ങള്. ഒരു പ്രാവശ്യം വാട്ടർ എടുക്കുന്നു. പിന്നീട് മുഴുവനും ഫർദർ സക്കഷൻ മൊത്തം സ്പിരിറ്റിലാണ്. വാട്ടറിന്റെ പ്രശ്നമേ വരുന്നില്ല. സ്പിരിറ്റ് ആണെങ്കിലും അത് ഉണ്ടെന്നുള്ളത് സാർ പറഞ്ഞത് ശരിയാണ്. ആ സൈറ്റ് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റിന് നമ്മൾ സഹായിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനിയപ്പോ അതിനെ കുറിച്ച് വീണ്ടും ഒരു ചർച്ച ആവശ്യമുണ്ട്. അത് നമുക്ക് ഇനിയൊരു അവസരത്തിലാകാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെ സമയം ഏകദേശം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഇനിയിപ്പോ എന്തായാലും ഈ ഒരു പ്രസന്റേഷൻ നല്ല രീതിയിൽ നടത്തിയ എഞ്ചിനീയർ സലാഹുദ്ദീൻ സാറിന് നന്ദി പറയുന്നതിന് വേണ്ടി മനോജ് ഡോക്ടറെ ക്ഷണിക്കും. നന്ദി സാർ. ഡോക്ടർ എന്തായാലും സലാഹുദ്ദീൻ സാറ് വളരെ ഉജ്ജ്വലമായിട്ട് സംസാരിക്കുന്നുണ്ട്. സാറ് പറയുന്നത് വളരെ ആഴത്തിലാണ്, പക്ഷെ മറുഭാഗത്തുനിന്നുള്ള റെസ്പോൺസ് വളരെ സൂപ്പർഫിഷ്യലാണ്. ആ വ്യത്യാസം നമുക്ക് അറിയാൻ കഴിയും. അത് വളരെ ആഴത്തിൽ പഠിച്ചിട്ട ആൾ തന്നെയാണ്. മാത്രമല്ല IFPHന്റെ പറഞ്ഞത് ഉപജ്ഞാതാവും സൃഷ്ടാവുമായ സാറിന് IFPHന് നന്ദി പറഞ്ഞ അർത്ഥമില്ല. എന്തായാലും ഈ പരിപാടിയിൽ പങ്കെടുക്കുക, ഇനിയും കൂടുതൽ ഉത്തേജിപ്പിക്കുക, എല്ലാവരെയും ഇഗ്നൈറ്റഡ് മൈൻഡ്സ് ആക്കുക ത്രൂ വിങ്സ് ഓഫ് ഫയർ. വളരെ നന്ദി സാർ. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഓക്കെ, നന്ദി മനോജ് ഡോക്ടറെ. അപ്പൊ എന്തായാലും വെറുതെ അല്ല സലാഹുദ്ദീൻ സാർക്ക് ഈ IFPHന്റെ തലപ്പത്ത് തന്നെ വന്നത്. ഇത്രയും ഹോമിയോപ്പതിയെ പഠിച്ചിട്ടും ഹോമിയോപ്പതിയുടെ തലപ്പത്ത് നിൽക്കുന്നവരെല്ലാം പുലികളാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി.
വളരെ സന്തോഷം. സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം നാളെ ഇതേ സമയം കാണുമ്പോഴേക്കും എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഒരു കാര്യം പറഞ്ഞോട്ടെ, അതായത് ഹോമിയോപ്പതി പറ്റി അഭിപ്രായം പറഞ്ഞ ഹോമിയോപ്പതിക്കാരല്ലാത്തവർ ആരെന്ന് ചോദിച്ചാൽ മനസ്സിലാവും. ഐൻസ്റ്റീൻ, മഹാത്മാഗാന്ധി, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, നമ്മുടെ പഴയ പ്രസിഡന്റ് കെ ആർ, ഇവരൊക്കെയാണ്. അപ്പൊ അല്ല IMA-കാരല്ല. അപ്പൊ ഹോമിയോപ്പതി മനസ്സിലാക്കിയിട്ടുള്ള മറ്റുള്ള നിലവാരം വേറെയാണ്. ക്ലാവുദ്ദീൻ സാർ ആ ഗണത്തിൽപ്പെട്ട ആളാണ്. താങ്ക് യു.